ഹരി 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 ഓം തസ്. യം ശൈവാസ്സമുപാസത്തെ ശിവൈതി ബ്രഹ്മേതി വേദാന്തിനോ ബൗദ്ധാ ബുദ്ധ ഇതി പ്രമാണപടവഃ കർത്തേതി നൈയായികാ അർഹന്നിത്യഥ ജൈനശാസനരതാഃ കർമ്മേതി മീമാംസകാ സോയം വോ വിദധാതു വാഞ്ചിതഫലം ത്രൈലോക്യനാഥോ ഹരിഃ. സോയം വോ വിദധാതു വാഞ്ചിതഫലം ത്രൈലോക്യനാഥോ ഹരിഃ. ശുദ്ധോ ബുദ്ധോ വിമുക്തഃ ശ്രുതിശിഖരഗിരാം മുഖ്യതാത്പര്യഭൂമി യസ്മാജ്ജാതം സമസ്തം ജഗദിദമൃതാദ്വ്യാപ്യ സർവം സ്ഥിതോ യഃ യസ്യാംശാംശാവതാരൈഃ സുരനരവനജൈർരക്ഷിതം സർവമേതത് തം ഭൂമാനം മുകുന്ദം ഹൃദിഗതമമലം കൃഷ്ണമേവ പ്രപദ്യേ. തം ഭൂമാനം മുകുന്ദം ഹൃദിഗതമമലം കൃഷ്ണമേവ പ്രപദ്യേ. മദീയഹൃദയാകാശേ സദാനന്ദമയോ ഗുരുഃ ഉദേതു സതതം സമ്യക് അജ്ഞാനതിമിരാരുണഃ. ഹരിഃ 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 ഓം തസ്. അപ്പം അതുപോലെ നമുക്ക് 3 തവണ ഓങ്കാരം ജപിച്ച് ഭൂതലത്തിലെല്ലാ സ്ഥലത്തും എത്തണം. ഇതാ കൈകോർത്ത് മടിയിൽ വയ്ക്കൂ, കഷ്ടപ്പെടാതെ നിവർന്നിരിക്കൂ, കണ്ണടച്ച് മനസ്സും വായും തുറന്ന് കൂടെ ജപിക്കുക. ഇതാ ഓ ഹരിഃ ഓം തസ്. ജയ ഗുരു. പ്രേക്ഷകരെ, ഞാൻ ഇത്തവണ സംസാരിക്കാൻ നിശ്ചയിച്ചിരുന്നത് നിങ്ങളോടെല്ലാം പറഞ്ഞതുപോലെ അനാദിയായിരിക്കുന്ന വേദോപനിഷത്തുകൾ, അതിൽ നമ്മൾ തുടങ്ങി വച്ചു നമ്മുടെ സംസ്കാര ചിന്തകളെല്ലാം. അതിൽ തത്വഗവേഷണവും തത്വവിചാരവുമാണ് എല്ലാ ദിക്കിലും കാണുക. സാധാരണ ഈ തത്വവിചാരം, ഗവേഷണം എന്നൊക്കെ പറയുന്നത് ബുദ്ധി കൊണ്ട് നടത്തുന്ന ഒരു പ്രക്രിയയും പദ്ധതിയുമാണ്. അപ്പോൾ ബുദ്ധിയുള്ളവരാണ് അത് കൂടുതൽ ആസ്വദിക്കുക, അവർക്കാണത് പ്രസക്തം. എല്ലാവരും ഒരുപോലെ ബുദ്ധിയുള്ളവരായി ലോകത്തിൽ ഒരു കാലത്തും ഉണ്ടാവില്ല. അപ്പോൾ സാധാരണക്കാരെ ഒഴിച്ചു നിർത്തരുതല്ലോ, അവർക്കും ഇത് താല്പര്യം ഉണ്ടാക്കി തീർക്കണം എന്ന് വിചാരിച്ച് അതേ സമയത്ത് തുടങ്ങിയതാണ് നമ്മുടെ പുരാണ ചിന്തകൾ. അതിലൊരു വകഭേദമാണ് ഇതിഹാസം. ഇതിഹാസം 2 ഉള്ളൂ, 2 മനുഷ്യചരിത്രമാണ്. അതിലെ ആദ്യത്തെ മനുഷ്യചരിത്രം എഴുതിയത് ത്രേതായുഗത്തിൽ വാൽമീകി മഹർഷി, രത്നാകരനാൻ വനചോരനാണ്. ആ രാമായണത്തിൽ നാം കാണുന്നതെല്ലാം എന്താ വളരെ മധുരമനോഹരമായിരിക്കുന്ന 4 സഹോദരന്മാരാണ്. അതിൽ എടങ്കോലിടാൻ കയ്യേയി പുറപ്പെട്ടാലും നടന്നില്ല. കയ്യേയി തോറ്റു അവിടെ.
അത്രത്തോളം ബദ്ധിതരായിരുന്നു ആര്? ഈ രാമായണത്തിലെ സഹോദരന്മാർ. വളരെ നല്ല കാര്യമാണ്. ആജീവനാന്തം അവർ അങ്ങനെ തന്നെയാണ് തുടർന്നത്. എന്നാൽ ലോകത്തിലെ എല്ലാ സമയത്തും അങ്ങനെ ആവുമോ എന്ന് ചോദിച്ചാൽ ആവില്ല. ഈ ലോകം സങ്കീർണമാണ്, ജടിലമാണ്, കുടിലമാണ്. ഇവിടെ നല്ലതും ചീത്തയും, വല്ലാത്തതും പൊല്ലാത്തതും, നന്മയും തിന്മയും, പാപവും പുണ്യവും ഒക്കെ ഇടകലർന്നിങ്ങനെ ഇരിക്കുക, കൂമ്പാരമായിട്ട്. അങ്ങനെ വരുമ്പോൾ ആരെവിടെയാണ് ജനിക്കുക, എന്താ നേരിടുക എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ പരമാവധി സ്ഫോടനം എന്താ എന്ന് ചോദിച്ചാൽ, ഒരേ സ്ഥലത്ത് ജനിച്ച ഒരേപോലെ വളർന്നു വരുന്ന സഹോദരന്മാർക്കിടയിൽ തന്നെ അസൂയയും കുശുമ്പും ശത്രുതയും വന്നാൽ എന്തു ചെയ്യും എന്നൊരു ചോദ്യം വരുന്നു. ജീവിതത്തെ ഉപേക്ഷിക്കാൻ പറ്റില്ല, അതിനെ നേരിടുക തന്നെ വേണം. ജീവിതത്തിലുള്ള പ്രശ്നങ്ങൾക്ക് ജീവിതത്തിൽ തന്നെ വേണം മറുപടി കാണാൻ. അപ്പോൾ ഒന്നും വിട്ടോടി പോവുക നടക്കില്ല. അങ്ങനെ വന്നാലോ എന്നൊരു ചോദ്യം വരുന്നുണ്ട്. ഇതിപ്പോൾ എല്ലാം കൂടി മനസ്സിലാക്കണം, വേദത്തിലുള്ളതും ഗ്രഹിക്കണം എന്ന് പറഞ്ഞാണ് വ്യാസമഹർഷി മഹാഭാരതം എഴുതിയത്. അപ്പോൾ വ്യാസമഹർഷിയുടെ മഹാഭാരതത്തെ പറ്റി ശ്രീമദ് ഭാഗവതത്തിൽ ഒരു റെഫറൻസ് ഉണ്ട്. ഏവം ചകാര ഭഗവാൻ വ്യാസകൃപണവത്സല സ്ത്രീശൂദ്രദ്വിജബന്ധൂനാം ത്രയീന ശ്രുതിഗോചരാ. സ്ത്രീകൾ പഴയ കാലത്ത് അവരങ്ങനെ പഠിച്ചുകൊണ്ടൊന്നും ഇരുന്നില്ല ആദ്യകാലത്ത്. പിന്നീട് നല്ല പഠിച്ച് വിദുഷികളൊക്കെ ആയി. ശൂദ്രന്മാരെന്ന് പറഞ്ഞാൽ സാധാരണ കൂലിവേലകളും കായ കൊണ്ടുള്ള ശരീരം കൊണ്ടുള്ള പ്രവൃത്തിയും എടുക്കുന്നവർ. ദ്വിജബന്ധുക്കൾ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണ ക്ഷത്രിയ വംശവിഭാഗത്തിൽ ജനിച്ചാലും ആ ജനിച്ച സംസ്കാരം അവർക്കില്ല. അങ്ങനെയുള്ള കൂട്ടർ. അവരിപ്പോൾ വേദം പഠിക്കുമെന്ന് പറഞ്ഞാൽ പുറപ്പെടുകയില്ല, വായിൽ നുഴയുമില്ല. അങ്ങനെയുള്ള കൂട്ടർ. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ മഹാഭാരതം 5-ാം വേദം എന്നുള്ള നിലയ്ക്ക് എഴുതിയത്. ഭാരതത്തെ 5-ാമത്തെ വേദം എന്ന് പറയും. വ്യാസനിൽ നിന്ന് ആരംഭിച്ച് 6 തലമുറകളാണ് മഹാഭാരതത്തിൽ പ്രതിപാദനം. വ്യാസദേവൻ, പാണ്ഡു, അർജുനൻ, അഭിമന്യു, പരീക്ഷിത്ത്, ജനമേജയൻ, ഇങ്ങനെ 6 തലമുറകളുടെ ചരിത്രം വ്യാസൻ തന്നെ നേരിട്ട് കണ്ട് പങ്കാളിയായി അനുഭവിച്ചിട്ടുള്ള ഒരു കഥയാണ്. അപ്പോൾ മഹാഭാരതത്തിനെ വ്യാസദേവൻ്റെ ആത്മകഥ എന്ന് വേണമെങ്കിൽ പറയാം. വ്യാസന് ഈ മഹാഭാരതം എഴുതണമെന്ന് തോന്നി. എപ്പോഴാണ് എഴുതിയതെന്നറിയാമോ? ധൃതരാഷ്ട്രനും പാണ്ഡുവും വിതുരനും മരിച്ചതിന് ശേഷമാണ് ഇത് എഴുതാൻ തുടങ്ങിയത്. ഇതാരാണ് പകർത്തിയെടുക്കുക എന്നൊരു ചോദ്യം വന്നു. അപ്പം നല്ലവർക്ക് ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ഒരാൾ എഴുതുക, അത് വിശേഷമാണ്. ആരാ പകർത്തിയെടുക്കുക? വ്യാസദേവനെ പോലെ ഒരാൾ പറഞ്ഞു കൊടുത്താൽ എഴുതിയെടുക്കണം. 2 തരത്തിലാണ്. ആ പറയുന്നതിനോടൊപ്പം രണ്ടാമത് ചോദിക്കാൻ നിൽക്കരുത്. എന്തേ പറഞ്ഞതെന്ന് ചോദിക്കാതെ എഴുതണം. പിന്നെ ആ വാക്കുകളും ആ വാക്യങ്ങളും ആ ധോരണിയും ഒക്കെ വേണ്ടതുപോലെ തെറ്റില്ലാതെ എഴുതണമെങ്കിൽ ആൾക്ക് നല്ല വിദ്വത്വം വേണം, അതും വേണം. അപ്പോൾ ആരാന്ന് ചോദിച്ചപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു, വിഘ്നേശ്വരനെ കുറിച്ച് ധ്യാനിക്കാൻ പറഞ്ഞു. വിഘ്നേശ്വരൻ വന്നു. ശരി, ഞാൻ ഏറ്റെടുത്തു, എഴുതാം. പക്ഷേ ഒരു കാര്യമുണ്ട് മഹർഷിയെ, നിൽക്കാതെ നിർത്താതെ പറഞ്ഞു തരണം. നിർത്തരുതെന്ന്. എനിക്ക് എഴുതാൻ എപ്പോഴും ഉണ്ടാവണം. എഴുത്ത് നിർത്തി മുഖത്ത് നോക്കാനോ അവിടെ നോക്കാനോ സമയം കിട്ടരുത്. വ്യാസദേവൻ സമ്മതിച്ചു. അപ്പോൾ നമ്മളെ എല്ലാം വിശേഷമാണല്ലോ. അങ്ങനെ ഒരാൾ പറഞ്ഞാൽ ഏത് കവിക്കോ അല്ലെങ്കിൽ ഏത് എഴുത്തുകാരനാണ് നിൽക്കാതെ പറഞ്ഞു കൊടുക്കാൻ പറ്റുക? ഇത് ആരാ ഇത് ഉണ്ടാക്കണേ? ഏത് ഫാക്ടറിയിലാണ്? നമുക്ക് തന്നെ അറിയില്ല ആശയങ്ങൾ എവിടെയാണ് രൂപപ്പെടണേന്ന്. അപ്പോൾ ആശയങ്ങൾ നിൽക്കാതെ ഇങ്ങനെ പ്രവഹിക്കണം എന്ന് പറഞ്ഞാൽ നമുക്കതിൽ വല്ല കൺട്രോളും ഉണ്ടോ? അപ്പോൾ വ്യാസൻ കഷ്ടത്തിലായി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ശരി ശരി ശരി, പക്ഷേ ഒരു കാര്യം, ഞാൻ പറയണത് മനസ്സിലാക്കിയിട്ടേ എഴുതാൻ പാടുള്ളൂ. മനസ്സിലാക്കാതെ അടുത്ത ശ്ലോകത്തിലേക്ക് പോകരുതെന്ന്. നോക്കൂ, ഈ ലോകം വിശേഷമാണ്. ഇതിൽ ഒരാളും പിന്മാറാൻ പോണില്ല. വിഘ്നേശ്വരൻ അദ്ദേഹത്തിൻ്റെ വൈഭവം കാണിച്ചു. വ്യാസദേവൻ അതിന് കിടപിടിച്ചുകൊണ്ട് ഒരു ക്ലോസും അവിടെ വച്ചു, ഒരു നിബന്ധനയും. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പ്രകൃതി പിടിച്ച ശ്ലോകങ്ങൾ അങ്ങോട്ട് പറയൂത്രേ വ്യാസദേവൻ. അങ്ങനെ എല്ലാം കൂടി 8800 ഗൂഢശ്ലോകങ്ങളാണ് മഹാഭാരതത്തിലെന്ന് പറയും. അതിലാദ്യം രചിച്ചത് 1,00,000 ശ്ലോകങ്ങളാണ്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ 24,000 ശ്ലോകങ്ങൾ പിന്നെ രചിച്ചത്. ആ ഗൂഢശ്ലോകങ്ങളിൽ ഒരെണ്ണമെങ്കിലും നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കണം എന്നെനിക്കുണ്ട്. ഞാനത് ചെറുപ്പകാലത്ത്
ഞങ്ങളുടെ സ്കൂളിലൊരു മലയാളം പണ്ഡിറ്റ് സംസ്കൃതം എടുക്കാൻ വന്നിട്ട് പറഞ്ഞ ഒരു ശ്ലോകമാണ്. കിരീടിനൈമേ ബാണാഹ നേമേ ബാണാഹ ശിഖണ്ഡിനഃ ചിന്തന്തി മമ ഗാത്രാണി മാഘമാസേകവാമിവ. ഇതെന്താപ്പാ അത്? അതിനെ കുഞ്ഞുകുട്ടൻ തമ്പുരാൻ തർജ്ജമ ചെയ്തിട്ടുള്ളത് ഇങ്ങനെയാണ്: ഇവ അർജുന ബാണങ്ങൾ ശിഖണ്ഡിയുടയല്ലിവ ഞണ്ടിൻ കുഞ്ഞമ്മയെപ്പോലെ എൻ ദേഹം പിളരുന്നിതാ എന്നാണ് തർജ്ജമ. പക്ഷെ ഇതിൻ്റെ അവസാനത്തെ വരിയുണ്ടല്ലോ, മാഘമാസേ ഗവാമിവ എന്നാണ് തോന്നുക. മാഘമാസത്തിൽ പശുക്കൾക്കെന്ന പോലെയെന്ന്. അതിനൊരർത്ഥവും കണ്ടുപിടിക്കാൻ നമുക്ക് പറ്റില്ല. വാസ്തവത്തിൽ ഈ ഞണ്ടുകൾ പ്രസവിക്കുന്ന സമയത്ത് ഈ വരമ്പത്ത് നടക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം, ഞണ്ടുകൾ ഇങ്ങനെ വയറ് പൊട്ടി മലർന്ന് അവിടെ ചെത്ത് കിടക്കുന്നുണ്ടാവും. അപ്പം ഞണ്ട് പ്രസവിക്കുന്ന സമയത്ത് കുട്ടികൾ അമ്മയുടെ വയറ് പിളർന്നുകൊണ്ടാണ് അത്രേ പുറത്തേക്ക് വരിക. അപ്പം ആ അമ്മയ്ക്ക് എത്രത്തോളം പ്രസവവേദന ഉണ്ടാവും. അതുപോലെ ശിഖണ്ഡിയെ മുന്നിൽ നിർത്തിയിട്ടാണ് അർജുനൻ യുദ്ധം ചെയ്തത്. ഭീഷ്മൻ പറഞ്ഞിട്ട് തന്നെയാണ് ചെയ്തത്. ശിഖണ്ഡിയെ കണ്ട ഞാൻ അമ്പും വില്ലും താഴത്ത് വയ്ക്കും, അപ്പോൾ അർജുനൻ പ്രഹരിച്ചോട്ടെ പിന്നുന്ന, അതാണ് എന്നെ താഴത്ത് വരാൻ ഉള്ളൊരു വഴിയെന്ന്. അതങ്ങോട്ട് ചെയ്തപ്പോൾ നല്ലോണം തുളച്ചുണ്ട്, വേദനയുണ്ട്. അപ്പോൾ ഭീഷ്മൻ പറഞ്ഞതാണ് അത്ര ഇത്, അയ്യോ ഇത് കിരീടിയുടെ ബാണങ്ങളാണ് അർജുനൻ്റെ, അല്ലാണ്ട് ശിഖണ്ഡിയുടെ അല്ല. ഇങ്ങനെയുള്ള ഗൂഢശ്ലോകങ്ങൾ കുറേ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും. 1,24,000 ശ്ലോകത്തിൽ എല്ലാം കൂടി 8,800 ഗൂഢശ്ലോകങ്ങൾ ഉണ്ടെന്നാണ് പറയുക. രാമായണത്തിൽ അതിസുന്ദരവും മധുരമനോഹരവുമായ സാഹോദര്യമാണ്. മഹാഭാരതത്തിലോ തിക്തവികലമാണ് ആ സാഹോദര്യം. മുത്തച്ഛൻ പഠിപ്പിച്ച പേരക്കുട്ടികൾ മുത്തച്ഛനാണ് പഠിപ്പിച്ച് വളർത്തി കൊണ്ടുവന്നത്. എന്താ കാരണം? അച്ഛന് കണ്ണ് കാണില്ല, പാണ്ടു മരിച്ചും പോയി, പിന്നെ എങ്ങനെയാ? മുത്തച്ഛൻ തന്നെയുള്ളൂ. അങ്ങനെ ഒരേ ഹസ്തിനപുര രാജധാനിയിൽ വളർത്തിക്കൊണ്ടുവന്ന കുട്ടികൾ, അതിൽ ദുര്യോധന് ആദ്യമേ മുതൽക്ക് പ്രത്യേകിച്ചും ഭീമനോട് ഒരു വിഷമവും അസൂയയും ശത്രുതയാണ്. ദുര്യോധന മിണ്ടാതിരുന്നില്ല. ആദ്യമായിട്ട് ചെയ്തത് ഭീമന് വിഷം കലർത്തി ഭക്ഷണം കൊടുത്തു. എന്നിട്ട് ബോധം കെട്ടപ്പോൾ കൊണ്ടുപോയി സമുദ്രത്തിൽ കൊണ്ടിട്ടു. അതാണ് തുടക്കം. അന്ന് മുതൽക്ക് ആ അസൂയയും അസഹിഷ്ണുതയും ശത്രുതയും കൂടിക്കൂടി 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 കൂടി വന്ന് അവസാനിച്ചത് എപ്പോഴാണെന്നറിയോ നിങ്ങൾക്ക്? അവസാനിച്ചത് ദുര്യോധനൻ ഞാൻ ദ്വന്ദ്വയുദ്ധം ചെയ്യാമെന്ന് പറഞ്ഞു. ശത്രുക്കളൊക്കെ മരിച്ചു കഴിഞ്ഞു. അവിടെ നോക്കുമ്പോൾ ദുര്യോധനെ കാണാനില്ല. അപ്പോൾ കൃഷ്ണനും കൂട്ടരും കൂടി ഈ മനുഷ്യനെ കണ്ടുപിടിക്കണമല്ലോ എന്ന് പറഞ്ഞ് ചെന്നപ്പോൾ ഈ വഴിക്ക് പോയി എന്ന് ചിലർ പറഞ്ഞു. അങ്ങനെ അന്വേഷിച്ച് ചെന്നപ്പോൾ ഒരു തടാകത്തിൽ ഇറങ്ങി നിൽക്കുക. എന്താണോ താൻ കാണിക്കണത്? സൈന്യം മുഴുവൻ നശിച്ചു കഴിഞ്ഞു. അപ്പോൾ ഓടി വന്ന് ഒളിഞ്ഞിരിക്കുക. ഞാൻ ഒളിഞ്ഞിരിക്കുകയല്ല, എനിക്ക് ദേഷ്യം കൊണ്ടും നീരസം കൊണ്ടും ശരീരം മുഴുവനും ചുട്ടുനീറുകയാണ്. ആ നീറ്റൊന്ന് കുറയ്ക്കാൻ വേണ്ടി ഞാൻ വെള്ളത്തിൽ ഇറങ്ങി വന്നതാ. ഞാൻ നിങ്ങൾ ആരോടെങ്കിലും ദ്വന്ദ്വയുദ്ധത്തിന് പുറപ്പെടാൻ തയ്യാറാണെന്ന് പറഞ്ഞു അത്രേ. അപ്പോൾ ആരോടാ ദ്വന്ദ്വയുദ്ധം ചെയ്യണേ? ആളെ തിരഞ്ഞെടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഈ യുധിഷ്ഠിരനുണ്ടല്ലോ പാവം, സത്യസന്ധനാണ്, എപ്പോഴും അർജുനൻ വേണമെന്നൊക്കെയായി. കൃഷ്ണൻ എപ്പോഴേ ഈ അർജുനനൊക്കെ ദ്വന്ദ്വത്തിന് പറ്റുമോ? അവസാനം ഭീമനെ തന്നെ തിരഞ്ഞെടുത്ത് ഭീമനാണ് ദ്വന്ദ്വയുദ്ധം നടത്തിയത്. ആ ദ്വന്ദ്വയുദ്ധത്തിൽ ദുര്യോധനന് കൗശലം കൂടുതലാണ്, ഭീമന് ശക്തി കൂടുതലാണ്. ആരാ ജയിക്കുക ആരാ തോൽക്കുക എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ നോക്കി ഭീമൻ കൂട്ടിയിട്ട് തട്ടിമറിച്ചിടാൻ പറ്റില്ല എന്ന് കണ്ടപ്പോൾ കൃഷ്ണൻ അടുത്തിരുന്ന് തൊടയിൽ താളം പിടിച്ചു. തൊടയിൽ താളം പിടിച്ചപ്പോൾ മനസ്സിലായി, തൊടയിലടിച്ചാൽ ഈ ദുര്യോധനൻ വീഴുന്നു. തൊടയിൽ തട്ടി താഴത്തിട്ടപ്പോൾ ഭീമൻ ഓടി മേല് കയറി ചവിട്ടി നൃത്തം വയ്ക്കാൻ പറഞ്ഞു. പുറപ്പെട്ടപ്പോൾ പാടില്ല എന്ന് പറഞ്ഞ് യുധിഷ്ഠിരൻ തടുത്തു. അവിടെയാണ് ആ സമയമാണ് അവസാനിക്കുന്നത് വരെ ഇത് തുടങ്ങി ശത്രുത. എല്ലാ ബന്ധങ്ങളും ധർമ്മത്തിൽ അധിഷ്ഠിതമാണെന്ന് ഒരു പക്ഷേ നിങ്ങൾ ആരും അറിയുന്നില്ല. നിങ്ങളാരും വിചാരിക്കരുത് അച്ഛനും അമ്മയും ഞങ്ങളാ മേലെ കുട്ടികളെക്കാളെന്ന്. കുട്ടികൾ വിചാരിക്കരുത് മുതിർന്നു കഴിഞ്ഞാൽ ഞങ്ങളാ മേലേന്ന്. ഭാര്യാഭർത്താക്കന്മാരും വിചാരിക്കരുത് ഭാര്യയാണ് മേലെ അല്ലെങ്കിൽ ഭർത്താവാണ് മേലെ, എനിക്ക് പൂർണ്ണാവകാശമുണ്ടെന്ന്. ഈ വിചാരങ്ങളൊക്കെ തെറ്റാ.
എന്ത് കാര്യത്തിലും, രാജാവിൻ്റെ രാജ്യഭരണത്തിലായാലും കച്ചവടക്കാർ തമ്മിലായാലും എന്തിലായാലും ധർമ്മം എത്തിക്സ് എന്ന് പറഞ്ഞിട്ട് ഒന്നുണ്ട്. അതിൻ്റെ കീഴിലാണ് സർവ്വബന്ധങ്ങളും. ആ ധർമ്മത്തിനെ ആരെങ്കിലും ലംഘിച്ചു എന്നുണ്ടെങ്കിൽ ഒരു ബന്ധത്തിനും ഒരു സ്ഥാനവും ഉണ്ടാവില്ല. എന്ത് ചെയ്യുകയാണെങ്കിലും ധർമ്മത്തിനനുസരിച്ച് വേണം നീങ്ങാൻ. പ്രായമായ മക്കളോട് അടുത്ത ബന്ധുക്കൾ പെരുമാറുന്നത് വളരെ സൂക്ഷിച്ചു വേണം. എനിക്കുണ്ടായ ഒരു അനുഭവകഥ ഞാൻ പറയാം. ഒരു വീട്ടിലൊരു മകള്, അമ്മയുണ്ട്. ആ മകളോട് ഈ അമ്മയുടെ തൊട്ടടുത്തുള്ള ബന്ധു, ഇതിൽ കൂടുതൽ ഞാൻ പറയില്ല, തെറ്റായി പെരുമാറാൻ തുടങ്ങി. അത് കണ്ട് മനസ്സിലാക്കി ഉടനെ അത് വിലക്കാൻ ഈ അമ്മയ്ക്ക് പറ്റണില്ല. അപ്പം ഞാൻ ചോദിച്ചു, പെൺകുട്ടിയെ പെറ്റു വളർത്തി കൊണ്ടുവന്നിട്ടുണ്ടല്ലോ, ആ കുട്ടിയുടെ വളർച്ചയ്ക്ക് വേണ്ടി ആരോട് എന്തു വേണമെങ്കിൽ പറയാൻ, വീട്ടിലേക്ക് വരരുതെന്ന് പറയാൻ എന്താ അത്ര വിഷമം? അമ്മയല്ലാതെ ആരാ ചെയ്യുക? പിന്നെ എന്തിനാ പെൺകുട്ടിയെ പെറ്റു വളർത്തിയേ ചോദിച്ചു. കുട്ടുകുട്ടുന്നതിനെ കരയാൻ തുടങ്ങി. ഞാൻ ചോദിച്ചു, എന്താ കരയണത്? സ്വാമിജി പറയണത് വളരെ ശരിയാ, പക്ഷേ എനിക്കത് പറയാൻ പറ്റിയില്ലല്ലോ. അപ്പോൾ സ്വാമിജി പറയണ സത്യം ഉള്ളിൽ തട്ടിയിട്ട് ഒരു നിലയ്ക്ക് എനിക്ക് സന്തോഷമുണ്ട്, ഒരു നിലയ്ക്ക് വിഷമമുണ്ട്. അതുകൊണ്ടാണ് കരയണത്. നിങ്ങളെന്താ വിചാരിച്ചേ? അനങ്ങാണ്ട് നിർത്തിക്കാൻ പറ്റണം. സ്ത്രീകളാണ് പുരുഷന്മാരെ പറയണത്, പുരുഷന്മാരല്ല സ്ത്രീകളെ പറയണത്. അവരെപ്പോഴും പുരുഷന്മാരെക്കാൾ ഒരു പടി കൂടുതലാണ്. അതാണ് നിങ്ങൾക്കറിയാം, ഈ ദേവിയൊക്കെ ഉപാസന ചെയ്തിട്ടാണ് വലിയ യുദ്ധങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. അവസാനം നമ്മളെ രക്ഷിക്കാനുള്ളത് അമ്മയാണ്. അപ്പം ഞാനിത് പറഞ്ഞപ്പോൾ കുലുങ്ങിപ്പോയി. ചോദിച്ചപ്പോൾ എങ്ങനെയാണ് മറുപടി പറഞ്ഞത്? ഡൽഹിയിൽ 2 പെൺമക്കളുള്ള ഒരു കുടുംബം, അച്ഛൻ, അമ്മ, 2 പെൺമക്കൾ. ഒരു ദിവസം രാത്രി അച്ഛൻ തെറ്റായ ഒരു സമീപനം നടത്തി. രാത്രി വല്ല വിധവും കഴിച്ചു കൂട്ടി. വെളുപ്പാൻ കാലത്ത് അമ്മ 2 പെൺകുട്ടികളെയും കൂട്ടിട്ട് ഒറ്റ പോക്കാ. നിങ്ങൾ പിന്നെ എന്ത് ചെയ്യണമെന്നാണ് പറയണേ? മിണ്ടരുത്. എല്ലാവരെയും പിടിച്ചു നിർത്തുന്നത് ധർമ്മമാണെന്ന്. ആ ധർമ്മത്തിൽ വ്യതിയാനം വന്നു എന്നുണ്ടെങ്കിൽ ഒരാൾക്കും ഒരു സ്ഥാനവും ഒരു മാനവും കിട്ടില്ല. ശരിയല്ലാതെ ഭാര്യയോട് പെരുമാറിയാൽ കിട്ടുന്ന ട്രീറ്റ്മെൻ്റ് ഉണ്ടല്ലോ, പ്രതികരണം, സഹിക്കാൻ പറ്റില്ല. കുട്ടികളോടാണെങ്കിലും ആരെയാണെങ്കിലും സംസാരിക്കുമ്പോൾ വളരെ സൂക്ഷിച്ചിട്ട് വേണം. ഞാനിപ്പോൾ സമാന്തരമായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ, അതിൽ ദക്ഷയാഗത്തിൻ്റെ സ്ഥിതിയിൽ ആ പറഞ്ഞതിൽ വന്നിരിക്കുക. അതിലറിയാം ഒരു മകളോട് അച്ഛൻ തെറ്റായി പെരുമാറിയാൽ എന്തായിരിക്കും ഫലമെന്ന്. അപ്പം നിങ്ങളാരും കേവലം നടിച്ച് ആരും ഇരിക്കണ്ട. എല്ലാവർക്കും ഉണ്ട് ചില നീതിയും മര്യാദയും ഒക്കെ. അതനുസരിച്ച് ജീവിക്കാൻ നല്ല പോലെ പഠിച്ചോളൂ. എന്താ നിങ്ങൾ പറയണത്? അച്ഛൻ, അമ്മ, മക്കൾ, സഹോദരങ്ങൾ, മരുമക്കൾ, മുത്തശ്ശൻ, ഇങ്ങനെ പലതും ഉണ്ട്. എല്ലാം ഈ ധർമ്മം എന്ന് പറയുന്ന ഒരു ചരടാണ് നമ്മളെ കൂട്ടിക്കെട്ടി നിർത്തുന്നത്. ആ ധർമ്മത്തിനെ ലംഘിച്ചാൽ ഒരാൾക്കും ഇവിടെ നിൽക്കാൻ പറ്റില്ല. ഇവിടെ ഇപ്പം എന്താ ഭാരതത്തിൽ പറയണത്? ഒരേപോലെ വളരുന്ന സഹോദരന്മാർ, അതിൽ ഒരു കൂട്ടം ആൾക്കാർ അവരാണ് കൂടുതൽ. അവരെത്ര പേരുണ്ട്? 100 പേരുണ്ട് ദുര്യോധൻ്റെ കൂടെ, എല്ലാം കൂടി 100, താനടക്കം. അപ്പുറത്ത് 5 പേരേ ഉള്ളൂ. അപ്പോൾ 5 പേരാണ് ധർമ്മവിധേയരായി നടക്കുന്നത്. ബാക്കിയുള്ളവർ ധർമ്മം ലംഘിച്ചുകൊണ്ടാണ് നടക്കുന്നത്. ഇവർ 2 പേരും കൂടിയിട്ടുള്ള ഒരു സംഘടന വന്നാൽ എന്താണ് ഉണ്ടാവുക? ജീവിതം ഉപേക്ഷിക്കാൻ പറ്റുമോ? മരിക്കുകയാണോ എല്ലാറ്റിനും പ്രതിവിധി? അല്ല. ജീവിച്ചിരിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് ഇവിടെ തന്നെ വേണം നമ്മൾ പരിഹാരവും മറുപടിയും കാണാൻ. അത് പറ്റുമോ പറ്റില്ലയോ എന്നുള്ള ചോദ്യത്തിന് മറുപടിയാണ് മഹാഭാരതത്തിൽ ഉടനീളം. ഈ ദുര്യോധനും കൂട്ടരും ആരുടെ കീഴിലാണ്? അന്ധരാജാവിൻ്റെ കീഴിലാണ്. തൊട്ടതിനൊക്കെ അന്ധരാജാവിൻ്റെ അനുവാദം മേടിക്കും. ആദ്യം കൊടുക്കില്ല. പിന്നെ കുറച്ചും കൂടി പറഞ്ഞാൽ ഇങ്ങനെ ഒരു കുരുട മഹാരാജാവിൻ്റെ മകനായി ജനിച്ചുവല്ലോ ഞാൻ എന്ന് പറയുമ്പോൾ അച്ഛൻ്റെ മനസ്സ് കുലുങ്ങും. എന്നാ ചെയ്തോ എന്ന് പറയും. ഇങ്ങനെയാണ് അവിടെ സർവ്വ കാര്യങ്ങളും നടന്നിരിക്കുന്നത്. അവസാനം അന്ധരാജാവിൻ്റെ സമ്മതത്തോടു കൂടി പാണ്ഡവന്മാരെ ചുട്ടരിക്കാൻ തീരുമാനിച്ചു. ആര്? ദുര്യോധനൻ. അതും വേണ്ടപ്പെട്ട ചില ആൾക്കാരോടൊക്കെ ചോദിച്ച് എന്താ വേണ്ടതെന്ന് ചോദിച്ച് അവർ സമ്മതം മൂളി പറഞ്ഞു കൊടുത്തിട്ടൊക്കെയാണ്. വാരണാവതത്തിലേക്ക് ഒരു അരക്കില്ല ഉണ്ടാക്കി അവിടെ വലിയ ക്ഷണമൊക്കെ കൊടുത്ത് അതിഥികളായി വിളിച്ച് സത്കരിച്ച് അവിടെ കഴിച്ചു കൂട്ടണം എന്ന് പറഞ്ഞിട്ടാണ് പോയത്.
അപ്പോൾ ആ പ്രകൃതി ഉണ്ടല്ലോ, ദിഷ്ടം, ഈശ്വരൻ, ആ ഈശ്വരൻ്റെ വൈഭവം നിങ്ങൾ മനസ്സിലാക്കണം. ധൃതരാഷ്ട്രൻ പാണ്ഡു, പിന്നെ ഒരു ശൂദ്ര സ്ത്രീയിലുണ്ടായ വിതുരൻ. യുധിഷ്ഠിരൻ ധർമ്മപുത്രനാണെങ്കിൽ വിതുരൻ നീതിയുടെ മൂർത്തിമത് ഭാവമാണ്. ആ വിതുരൻ രാജധാനിയിലുണ്ട്, സ്ഥാനം കൊണ്ട് നല്ല ഒരു മതിപ്പൊക്കെ ഉണ്ടല്ലോ. ആ വിതുരൻ എപ്പോഴും ഉണ്ടായിരുന്നു ഈ പാണ്ഡവന്മാരോട് വേണ്ടതുപോലെ പറഞ്ഞു കൊടുത്ത് സഹായിക്കാൻ. വിതുരന് കാര്യം മനസ്സിലായി. വാരണാവതത്തിലേക്ക് പറഞ്ഞയക്കണത് എന്തിനാണ്? വ്യംഗ്യമായ ഭാഷയിൽ യുധിഷ്ഠിരനെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി. അതിന് പ്രത്യേകമായ ചില ഭാഷയൊക്കെ ഉപയോഗിച്ച് പറഞ്ഞ് മനസ്സിലാക്കി. അവിടെ അവർ പാർക്കുന്ന സമയത്ത് രാത്രി തീ കൊടുക്കണം എന്ന് പറഞ്ഞ് പുരോചനെ അയച്ചിട്ടുണ്ടായിരുന്നു. ആ പുരോചനെ അയച്ചതുണ്ടല്ലോ ഇതിന് വേണ്ടിയിട്ടാണ്. യുധിഷ്ഠിരന് കാര്യം മനസ്സിലായി. നിങ്ങളെല്ലാവരും വിചാരിക്കും യുധിഷ്ഠിരൻ ധർമ്മപുത്രനാണ്. ധർമ്മപുത്രനായതുകൊണ്ട് അദ്ദേഹം ഒരു ശാന്തമനസ്കനാണെന്നാണ് എല്ലാവരുടെയും ധാരണ. പക്ഷേ യുധിഷ്ഠിരൻ ഒരു സമയത്തും വേണ്ടത് ചെയ്യാൻ മടിച്ചിട്ടില്ല എന്നുള്ളതും നിങ്ങളൊന്ന് മനസ്സിലാക്കണം. അർജുനനെ പോലെയോ ഭീമനെ പോലെയോ അല്ല യുധിഷ്ഠിരൻ. അദ്ദേഹത്തിനൊരു വിശേഷപ്പെട്ട ഒരു നിലയുണ്ട്. ധർമ്മപുത്രനുമാണല്ലോ. അദ്ദേഹത്തിന് കീഴ്പ്പെട്ടാണ് എല്ലാവരും കഴിഞ്ഞുകൂടിയത്. അതുകൊണ്ട് ഈ 4 സഹോദരന്മാർക്കും പലവിധത്തിലുള്ള വിഷമങ്ങൾ ഉണ്ടായെങ്കിലും അവർക്ക് യുധിഷ്ഠിരനോടുള്ള കൂറും കടപ്പാടും അവരൊരിക്കലും വിട്ടിട്ടില്ല. സാഹോദര്യം ഒരുമിച്ച് നിൽക്കുമോ എന്നുള്ള ചോദ്യത്തിന് മറുപടിയാണ് ഈ 5 പാണ്ഡവന്മാർ 5 പേര്. അപ്പോൾ എന്ത് ചെയ്തു? യുധിഷ്ഠിരൻ കാര്യം മനസ്സിലാക്കി ഭീമനോട് പറഞ്ഞു, അതേ നമ്മൾ തീ വയ്ക്കണമെന്ന്, രാത്രി തീ വയ്ക്കണം, പുരോചനം അവിടെ കിടന്നുറങ്ങുമ്പോൾ തീ വയ്ക്കണം. അവരുടെ പ്ലാൻ നടത്തുന്നതിന് മുമ്പ് നമ്മുടെ പ്ലാൻ നടത്തണം. മാത്രമല്ല കാട്ടിലത്തെ ഒരു കാട്ടാള സ്ത്രീയും 5 കുട്ടികളും കൂടി ഇവിടെ ഉണ്ടാവണം. പിറ്റേ ദിവസം വന്ന് നോക്കിയാൽ അവരുടെ ശവം ഇവിടെ കാണാൻ പറ്റണമെന്ന്. ഇത്രയൊക്കെ ആലോചിച്ച് ഭീമനെ കൊണ്ട് രാത്രി തീ കുടിപ്പിച്ചു. എതിർച്ചയായി അവിടെ ഒരു കാട്ടാള സ്ത്രീ 5 കുട്ടികളെയും കൂട്ടി രാത്രി തങ്ങാനായിട്ട് വരികയും ചെയ്തു. നോക്കൂ, ദിഷ്ടം എങ്ങനെ നമ്മെ സഹായിക്കുന്നു. ഈ സഹോദരന്മാരായിട്ടുള്ള ഈ ശത്രുതയുണ്ടല്ലോ, ശത്രുക്കളുടെ ബുദ്ധിമുട്ട്, അതൊരു സംഘട്ടനം തന്നെയാണ്. മഹാഭാരത യുദ്ധം കഴിയോളം അത് തുറന്നിട്ടുണ്ട്. ആ വാരണാവതത്തിൽ അരക്കില്ല് ദാം ഉണ്ടായല്ലോ, അത് തീ വെച്ചു, ആരാ എന്താണെന്നറിയില്ല. അന്ന് രാത്രി അമ്മയെയും കൂട്ടി നടക്കാൻ തുടങ്ങിയതാണ് അവർ. ആ നടത്തം എതുവരെ ഉണ്ടായി എന്നറിയോ? മഹാഭാരത യുദ്ധം കഴിയുവോളം, ദുര്യോധനൻ്റെ വീഴ്ചയ്ക്ക് വരെ. മഹാഭാരത യുദ്ധത്തിൽ ആരാ കുലുങ്ങിയത്? യുധിഷ്ഠിരന് ഒരു കുലുക്കം ഉണ്ടായില്ല. കുലുങ്ങിയത് പാർത്ഥനാണ്, അർജുനാണ്. 13 കൊല്ലത്തെ തയ്യാറെടുപ്പോടുകൂടി രണാങ്കണത്തിൽ കുരുക്ഷേത്രത്തിൽ ചെന്നതിന് ശേഷം സൈന്യത്തെ ഒന്ന് നിരീക്ഷിച്ചു. ആ നിരീക്ഷിച്ചതോടുകൂടി 7 നാഡികളും തളർന്നു, ഗാണ്ഡീവം കയ്യിൽ നിന്ന് വീണു, ദേഹം മുഴുവൻ ചുട്ടു നീറാൻ തുടങ്ങി. ഇങ്ങനെ ഒരു വീരയോദ്ധാവിന് സംഭവിക്കുകയോ ചോദിച്ചാൽ സംഭവിച്ചു. യുധിഷ്ഠിരന് അങ്ങനെയുള്ള കോട്ടങ്ങളൊന്നും വന്നില്ല. യുധിഷ്ഠിരൻ സ്നിഗ്ധഹൃദയനാണ്, അതേപോലെ കഠിനനുമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ സംഭവത്തിൽ നിന്ന്. ദുര്യോധനൻ്റെ കൂടെ 99 പേരുണ്ട്. പാണ്ഡവന്മാരുടെ കൂടെ യുധിഷ്ഠിരൻ്റെ കൂടെ 4 ആളേ ഉള്ളൂ. ഞാൻ പറഞ്ഞതുപോലെ ഈ 5 ആളും ഒരുമിച്ച് നിൽക്കാൻ ഒരു പ്രത്യേക ബന്ധം ആവശ്യമായിരുന്നു. എല്ലാവർക്കും പ്രായമൂപ്പ് വന്നു, കല്യാണം കഴിക്കും. അപ്പോൾ കല്യാണം കഴിച്ചാൽ ഭാര്യമാർ വേറെ വേറെ ഗൃഹത്തിൽ നിന്ന് വരുന്നവരാ. അപ്പോൾ അവരായിട്ടുള്ള ആ ദാമ്പത്യ ബന്ധത്തിന് ശക്തിയുണ്ട്, നല്ല ശക്തി കൂടുതലുണ്ട്. അതുകൊണ്ട് സാഹോദര്യം ക്ഷീണിച്ചോളണമെന്നില്ല, ക്ഷീണിക്കാറാണ് പതിവ്. അപ്പോൾ അത് കൂടാതെ കഴിക്കാൻ വേണ്ടി ആ ദിഷ്ടൻ തന്നെ കൊണ്ടുവന്നതാണ് ഈ പാഞ്ചാലിയെ വിവാഹം കഴിച്ച് കൊണ്ടുവന്ന് അമ്മ പറഞ്ഞതനുസരിച്ച് എല്ലാവരും കൂടി എടുത്തോളൂ എന്നുള്ള പറഞ്ഞ ആ വാക്കിൻ്റെ മുകളിൽ എല്ലാവരുടെയും ഭാര്യയും. എനിക്ക് തോന്നുന്നു ഈ മഹാഭാരതത്തിൽ ഏറ്റവും വിശേഷമായ ഒരു സംഭവവും ബന്ധവും ദ്രൗപദിയെ എല്ലാവരും കൂടി കല്യാണം കഴിച്ചതാണ്. ഈ 5 പേരെ ഒരുമിച്ച് നിർത്താൻ വളരെ അത്യാവശ്യമായിരുന്നു ആ ബന്ധം. ദ്രൗപദി ഇല്ലായിരുന്നുവെങ്കിൽ പാണ്ഡവ പഞ്ചം വട്ടം തിരിഞ്ഞേനെന്നാണ് എനിക്ക് തോന്നുന്നത്. ദ്രൗപദിയുടെ ഓരോ നീക്കവും ഓരോ സന്ദർഭത്തിലും വളരെ നിർണായകവും
മാതൃകാപരവുമാണ്. ഈ അരക്കില്ലത്തിലിട്ട് ദഹിപ്പിച്ചിരുന്നില്ല എന്നുണ്ടെങ്കിൽ, അതിന് പുറപ്പെട്ടിരുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ദ്രൗപദിയുമായിട്ടുള്ള വിവാഹവും നടക്കുമായിരുന്നില്ല. അതുവരെ എല്ലാവരും ഹസ്തിനപുരത്തിൽ. ഈ ദഹനത്തിന് ശേഷം ഹസ്തിനപുരത്തിന് പുറത്തായി ആര്? പാണ്ഡവന്മാർ. എന്തു തന്നെ ദുഷ്ടത നമ്മൾ അനുഭവിക്കുന്ന സമയത്തും ഈ നമ്മളെ രക്ഷിക്കാൻ, ആരെ രക്ഷിക്കാൻ? ശിഷ്ടന്മാരെ രക്ഷിക്കാൻ ഈ ദിഷ്ടം എന്ന് പറഞ്ഞാൽ വിധി, ദൈവം എന്നൊക്കെ പറയാം. അത് എപ്പോഴും വളരെ ജാഗരൂകമാണ്. കണ്ണിൽ എണ്ണയൊഴിച്ച് നോക്കിക്കൊണ്ടിരിക്കുക. ഈ മഹാഭാരതം മുഴുവൻ ആദ്യന്തം നമ്മളോട് പറയണത് എന്താണെന്നറിയോ? യതോ ധർമ്മ തതോ ജയ, യതോ ധർമ്മ തതോ ജയ. എവിടെ ധർമ്മമുണ്ടോ അവിടെ ജയമുണ്ട്. അതുപോലെ അത് പറയുന്നുണ്ട്, യഥ കൃഷ്ണ തതോ ജയ, എവിടെ കൃഷ്ണനുണ്ടോ അവിടെയുമുണ്ട് ജയം. അപ്പം ധർമ്മം ജയിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു കൃഷ്ണൻ്റെ ജന്മം. ഈ അരക്കില്ലം ദഹിച്ച് അങ്ങോട്ട് മാറിയപ്പോൾ ധൃതരാഷ്ട്രൻ്റെ മനസ്സിൽ കാര്യമായൊരു മാറ്റം വന്നു. നമ്മൾ ഇവിടുന്ന് പറഞ്ഞയച്ച പോലെയൊന്നും അല്ല കാര്യങ്ങൾ നടന്നത്, ഉദ്ദേശിച്ച പോലെ. ഇനി ഇവരെ ഒരുമിച്ച് താമസിപ്പിക്കുന്നതിൽ അർത്ഥമില്ല. ഞാൻ ഹസ്തിനപുരം വിഭജിക്കാനാണ് പോണത്. വിഭജിച്ചിട്ട് ഇന്ദ്രപ്രസ്ഥം എന്ന് പറയുന്ന ആ കല്ലും മുള്ളുമായിട്ടുള്ള സ്ഥലമുണ്ടല്ലോ, അത് അങ്ങോട്ട് കൊടുക്കുക എന്ന് പറഞ്ഞ് യുധിഷ്ഠിരന് കൊടുത്ത് പാണ്ഡവന്മാരവിടെ ചെന്നു. പാണ്ഡവന്മാരവിടെ ചെന്ന് നല്ലപോലെ കഷ്ടപ്പെട്ട് ഇന്ദ്രപ്രസ്ഥം ഹസ്തിനപുരത്തിനേക്കാൾ ശോഭനമായി. മയൻ അവർക്ക് ഒരു സഭാഗൃഹം പണിയിച്ചു കൊടുത്തു. എന്താ പറയാം സഭാഗൃഹത്തിൻ്റെ വൈഭവം? നിങ്ങളൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കിക്കോളൂ. ദുര്യോധനൻ അത് കാണാൻ ചെന്നു. കണ്ടതിന് ശേഷം എന്തായി? ഉറക്കല്ല. ഇവിടെ വന്ന അമ്മാമൻ്റെ അടുത്ത് പറഞ്ഞു, എൻ്റെ അമ്മാമ, എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ലല്ലോ. ഇത്രയധികം ഐശ്വര്യവും അഭിവൃദ്ധിയുമോ യുധിഷ്ഠിരന്, എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞപ്പോഴാണ് അമ്മാമൻ പറഞ്ഞു, നീ ഭയപ്പെടണ്ട. യുധിഷ്ഠിരൻ ഒരു ചൂതുകളി കൊതിയനാ. അതുകൊണ്ട് ചൂത് കളിക്കാൻ വിളിച്ചാൽ വരാണ്ടിരിക്കില്ല. നമുക്ക് അദ്ദേഹത്തിന് ചൂതുകളിക്ക് വിളിക്കാം. ഞാൻ കള്ളക്കളിയിൽ മിടുക്കനാ. അതുകൊണ്ട് ഞാൻ നിനക്ക് പകരം കളിച്ച് യുധിഷ്ഠിരൻ്റെ കയ്യിലുള്ളത് മുഴുവൻ അപഹരിച്ചോളാം എന്ന് പറഞ്ഞു. യുധിഷ്ഠിരന് ചൂതുകളി ഒരു ദുർബല വശമാണ്. പാവം കളിക്കാൻ അറിയില്ല. അതാണ് യുധിഷ്ഠിരൻ്റെ പ്രത്യേകത. അത് ചൂഷണം ചെയ്യാൻ അവർ തീരുമാനിച്ചു. എന്നിട്ടോ യുധിഷ്ഠിരനെ വിളിച്ചു ചൂതുകളിക്ക്. ഇവിടെ വന്നപ്പോൾ പറയണത്, എനിക്ക് പകരം എൻ്റെ അമ്മാമനാണ് കളിക്കാമെന്ന്. ചൂതുകളിയിൽ അങ്ങനെ പകരം കളിയുണ്ടോ? അപ്പോൾ പിന്നെ എന്താ രാജാക്കന്മാർക്ക് ചേർന്ന മാതിരിയുള്ള ഒരു സന്ദേശവും ഒരു അഭിമാനവും ഒക്കെ ഉണ്ടല്ലോ. ഇതിങ്ങനെ ആരും പറഞ്ഞു കേട്ടിട്ടില്ലല്ലോ. എന്തായാലും ഈശ്വരഹിതം നടക്കട്ടെ, ശരി എന്ന് പറഞ്ഞു. ആര്? യുധിഷ്ഠിരൻ. ആർക്കെങ്കിലും എന്തെങ്കിലും മിണ്ടാൻ പറ്റുമോ? പിന്നെ ആ ചൂതുകളിയിലാണ് ആ ഉത്സാഹം കയറി, തീവ്രത കയറി. ആ കളി അങ്ങനെയാണല്ലോ. ചില കളികളൊക്കെ, ചീട്ടുകളി എന്നൊക്കെ പറയണത് അങ്ങനെയല്ലേ. കൽക്കട്ടയിൽ ഡൽഹിയിൽ ഇരിക്കുമ്പോൾ ഒരാൾ പറയുക, അവരിങ്ങനെ പന്തയം വെച്ച് കാറിൻ്റെ താക്കോലൊക്കെ കൊടുത്തിട്ടാണ് പോകുന്നതാണ് പറയണേ. അടുത്ത കാലത്ത് നടന്ന സംഭവങ്ങളാണ് പറയാം. ചീട്ട് കളിച്ചിട്ടേ കാറിൻ്റെ താക്കോല കൊടുത്തു. അങ്ങനെ പലരും ഉണ്ട്. അതൊരു കമ്പം കയറ്റുന്നതാണ്. അപ്പോൾ ആ കമ്പത്തിൽപ്പെട്ട എന്തൊക്കെ നടന്നു അവിടെയാണ് ദ്രൗപദിയെ പന്തയം വെച്ചത്. ദ്രൗപദിയെ പന്തയം വെച്ചു എന്ന് കേൾക്കുന്നുണ്ടോ നിങ്ങൾ? പല സാധനങ്ങളും പന്തയം വയ്ക്കാറുണ്ട്. മനുഷ്യരെ പന്തയം വയ്ക്കുമോ? ആദ്യം എന്ത് ചെയ്തു? സഹോദരന്മാരെ ഓരോരുത്തരെയായിട്ട് വെച്ച് കളിച്ചു. ശകുനി എറിയുന്ന ഓരോ കരുവും അത് പറഞ്ഞത് കേൾക്കും. എല്ലാറ്റിലും യുധിഷ്ഠിരന് തോൽവിയാണ്. ഓരോ സഹോദരന്മാരായി തോറ്റു. അവസാനം യുധിഷ്ഠിരൻ തന്നെത്താനെ പന്തയം വെച്ചു. അതും പോയതിന് ശേഷം ഇനി ഒന്നുമില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ എതിർഭാഗത്തുള്ളവർ പറഞ്ഞു, ദ്രൗപദിയുണ്ട്, അവളെയും വയ്ക്കൂ. അപ്പോൾ അവളെയും വെച്ചു. അപ്പോൾ ദ്രൗപദിയും പോയി. രാജ്യം പോയി, സഹോദരന്മാർ പോയി, താനും പോയി, ദ്രൗപദിയും പോയി. അപ്പോൾ ദ്രൗപദി പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ എന്താ ബാക്കി?
ഇവരെല്ലാവരും കൂടി ദ്രൗപദിയെ കൈക്കലാക്കാൻ വേണ്ടി പ്രാതിഗാമിയെ പറഞ്ഞയച്ചു. അവിടെ തന്നപ്പോൾ ദ്രൗപദിയോട് വിവരം പറയാ, അതെ, നിങ്ങളിനി പാണ്ഡവന്മാരുടെയല്ല, ദുര്യോധനാദികളുടെയാണ്. ഇതാ അവർ വിളിക്കണു കൂട്ടിക്കൊണ്ടുപോകാൻ, വരൂ എന്ന് പറഞ്ഞു. അപ്പം ദ്രൗപദി പെട്ടെന്നത് സമ്മതിച്ചില്ല. നിങ്ങളിത് മനസ്സിലാക്കണം. ഗച്ഛത്വം കിതവം ഗത്വാ സഭായാം പൃച്ഛസൂതജ കിം നു പൂർവം പരാജയിഷീ ആത്മാനം അഥവാ നു മാം. ഞാനിത് പറയുമ്പോൾ എന്താ പറയുക, എൻ്റെ മനസ്സിൽ എനിക്ക് വരുന്ന ഭാവങ്ങൾ കുറേ അധികം ഉണ്ടപ്പാ. എന്ത് സ്ഥിതിവിശേഷത്തിലും മനുഷ്യനെ രക്ഷിക്കാനുള്ളത് അവൻ്റെ ബുദ്ധിയാണ്. അവൻ്റെ ബുദ്ധിയാണ്. ആ ബുദ്ധി കൊണ്ട് ആലോചിച്ചിട്ട് വേണം എന്തും പരിഹരിക്കാൻ. ആ ബുദ്ധിയെ ഉപയോഗിക്കാതിരുന്നാൽ ഒരു കാര്യവുമില്ല. ഞാൻ എപ്പോഴും പറയും, ഈ ലോകത്തിനെ ഭരിക്കുന്നത് 2 ഘടകങ്ങളാണ്. ഒന്ന് പണം, പിന്നെ ഒന്ന് ബുദ്ധി. ഞാൻ ആവശ്യപ്പെടുന്നത് എന്താണെന്ന് വെച്ചാൽ, പണമല്ല ലോകത്തെ ഭരിക്കേണ്ടത്, ബുദ്ധിയാണ്. നമ്മളൊക്കെ ബുദ്ധിയുള്ളവരാ, പണമുള്ളവരല്ല. ബുദ്ധി ഉണ്ടെങ്കിൽ എത്ര വേണമെങ്കിലും പണമുണ്ടാക്കാം. പണമുണ്ടെങ്കിൽ ബുദ്ധി ഉണ്ടായിക്കൊള്ളണം എന്നില്ല. അപ്പോൾ ബുദ്ധിയാൽ നയിക്കപ്പെടുന്ന അർത്ഥമാണ് നമുക്ക് ആവശ്യം, അർത്ഥത്താൽ നയിക്കപ്പെടുന്ന ബുദ്ധിയല്ല. ഇത് നിങ്ങളെല്ലാവരും നല്ല പോലെ മനസ്സിലാക്കണം. ഇതിലേറെ ഇനി എന്തുണ്ടപ്പാ വരാൻ? ദ്രൗപദിയുടെ അടുത്ത് ചെന്ന് പറയുകയാണ്, ദാ നിൻ്റെ ഭർത്താവ് യുധിഷ്ഠിരൻ പന്തയം വെച്ച് എല്ലാം പോയി, അവസാനം നിന്നെയും പന്തയം വെച്ചു. അപ്പോൾ ചോദിക്കുകയാണ്, ഒന്ന് പറയൂ എന്നോട്, രാജാവ് സ്വയം പന്തയം വെച്ച് പോയതിന് ശേഷമാണോ എന്നെ പന്തയം വെച്ചത്, അതോ എന്നെ പന്തയം വെച്ചതിന് ശേഷം രാജാവ് സ്വയം പന്തയം വെച്ച് പോയോ? ഈ ഒരൊറ്റ ചോദ്യം. ഈ ഒരൊറ്റ ചോദ്യത്തിന് എന്തുമാത്രം അർത്ഥമാണെന്നറിയോ? ആ ഒരൊറ്റ ചോദ്യത്തിൻ്റെ മുൻപിലാണ് കുരുസദസ്സ് മുഴുവൻ മൂകമായി നിന്നത്, മറുപടി പറയാനില്ലാതെ. ഈ ചോദ്യത്തിന് എന്താ അർത്ഥം? ഭീഷ്മൻ പ്രാതിഗാമി വന്ന് അവസാനം ഇവിടെ വന്ന് ചോദിക്കട്ടെ, സദസ്സിനോട് ചോദിക്കട്ടെ എന്നൊക്കെയായി കൊണ്ടുപോയി പിടിച്ചു. അവസാനം എന്തൊക്കെയാണ് നടന്നത്? അവിടെ തലമുടി പിടിച്ച് വലിച്ചിട്ടാണ് കൊണ്ടുപോയത്. അവിടെ ചെന്നപ്പോൾ ദുശ്ശാസൻ സാരി കിടന്ന് പിടിച്ച് വലിച്ചു. അതുവരെ ഉണ്ടായി. ഇവർ 2 കൈയും പൊന്തിച്ച് നിൽക്കുകയാണ്. ത്യജേത സർവാം പൃഥിവീം സമൃദ്ധാം യുധിഷ്ഠിരോ ധർമ്മമഥോ ന ജഹ്യാത് ഉക്തം ജിതോസ്മീതി ച പാണ്ഡവേന തസ്മാന്ന ശക്നോമി വിവേക്തുമേതത്. ന ധർമ്മസൗക്ഷ്മ്യാത് സുഭഗേ വിവേക്തും ശക്നോമി തേ പ്രശ്നമിമം യഥാവത് അസ്വാമ്യശക്ത പണിതും പരസ്വം സ്ത്രീയാശ്ച ഭർത്തുർ വശതാം സമീക്ഷ്യ. നിങ്ങളൊന്ന് നല്ലോണം ചിന്തിച്ചു നോക്കൂ. നിറഞ്ഞ ഒരു കുരുസദസ്സ്, സർവ്വ ആൾക്കാരും ഉണ്ട് അവിടെ. പ്രായമൂപ്പുള്ളവരെല്ലാവരും ഉണ്ട്, ഭീഷ്മനടക്കം, വിതുരനുമുണ്ട്. ദ്രൗപദിയുടെ ചോദ്യത്തിന് ഒരൊറ്റ ആളും മറുപടി പറയുന്നില്ല. അപ്പം വിതുരൻ എണീറ്റ് നിന്ന് പറഞ്ഞു, ഒരു സദസ്സിൽ തുറന്നൊരു ചോദ്യം ചോദിച്ചാൽ അത് കേൾക്കുന്നവർ മറുപടി പറയണം, പറയാതെ ഇരിക്കുന്നത് മഹാപാപമാണെന്ന്. അവസാനം ഭീഷ്മനാണല്ലോ മറുപടി പറയാൻ. അദ്ദേഹം പറഞ്ഞതാണത്. ന ധർമ്മ സൗക്ഷ്മ്യാത് സുഭഗേ വിവേക്തും ശക്നോമി തേ പ്രശ്നമിമം യഥാവത്. നീ ചോദിച്ച ചോദ്യമുണ്ടല്ലോ, വളരെ സൂക്ഷ്മതയുള്ളതാ. അത് ധാർമ്മികമായി വളരെ സൂക്ഷ്മമായ ഒരു ചോദ്യമാണ്. അതുകൊണ്ട് എനിക്ക് ഇത് വിവേചനം ചെയ്ത് മറുപടി പറയാൻ പറ്റുന്നില്ല. അസ്വാമ്യശക്ത പണിതും പരസ്വം. യുധിഷ്ഠിരൻ പണയം വെച്ച് കഴിഞ്ഞതിന് ശേഷമല്ലേ എന്നെ പണയം വെച്ചത്, പന്തയം വെച്ചത്. അദ്ദേഹം സ്വയം പന്തയത്തിൽ നഷ്ടപ്പെട്ടു പോയതിന് ശേഷം പിന്നെ എന്നെ എങ്ങനെയാ പന്തയം വയ്ക്കുക? അതിനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിനില്ലല്ലോ എന്ന്. ചോദ്യം മനസ്സിലായോ നിങ്ങൾക്ക്? അതുമാത്രമല്ല, എന്നെ പന്തയം വയ്ക്കാൻ പറഞ്ഞതാരാ? എതിർഭാഗത്തുള്ളവർ ഇനി എൻ്റെ കയ്യിൽ ഒന്നുമില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഉണ്ട്, ദ്രൗപദി ഉണ്ട്, ആ ദ്രൗപദിയും കൂടി പന്തയം വയ്ക്കൂന്ന് അവരാണ് പറഞ്ഞത്. അപ്പോൾ അവരുടെ ഭാഷയിൽ മഹാരാജാവ്
പന്തയം വെച്ച് നഷ്ടപ്പെട്ടപ്പോഴും ഞാൻ സ്വതന്ത്രയായി അവിടെ നിൽക്കുന്നു എന്നല്ലേ അവരുടെ വാക്കിൻ്റെ അർത്ഥം. അതുകൊണ്ടാണല്ലോ പറഞ്ഞത് എന്നെ വീണ്ടും പന്തയം വയ്ക്കൂന്ന്. അപ്പം അവരെനിക്ക് അനുവദിച്ച് തന്നിട്ടുള്ള സ്വാതന്ത്ര്യത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു. എന്നിട്ട് എൻ്റെ ദാസ്യം നിഷേധിക്കുന്നു. ഇത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നിങ്ങൾ സദസ്യർ പറയണം എന്ന് പറഞ്ഞപ്പോൾ നിവൃത്തിയില്ല. അപ്പോൾ ഭീഷ്മൻ പറയാണ്, അസ്വാമ്യശക്ത പണിതും പരസ്വം സ്ത്രീയാശ്ച ഭർത്തുർ വശതാം സമീക്ഷ്യ. ഒരു നിലയ്ക്ക് സ്ത്രീ പുരുഷൻ്റെയാണ്, പുരുഷൻ്റെ സ്ത്രീ എന്നുള്ള നില. ആ നിലയ്ക്ക് നിന്നെ പന്തയം വയ്ക്കാതെ തന്നെ കൗരവന്മാർക്ക് കിട്ടിക്കഴിഞ്ഞു. അതേസമയം സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട ഒരാൾ പിന്നെയും നിന്നെ പന്തയം വെച്ചു എന്ന് പറയുമ്പോൾ ആ വെച്ചതിനൊരു വിലയില്ല. ആകെ മൊത്തം ആലോചിച്ച് നോക്കിയിട്ട് എനിക്ക് പറയാൻ പറ്റുന്നില്ല. ഉക്തം ജിതോസ്മീതി ച പാണ്ഡവേന. പാണ്ഡവന്മാരുടെ മുൻപിൽ ഞാൻ ജയിക്കപ്പെട്ടു എന്ന് മഹാരാജാവ് പറഞ്ഞു. തസ്മാന്ന ശക്നോമി വിവേക്തുമേതത്. നിൻ്റെ ഈ ചോദ്യം ആലോചിച്ച് അതിൻ്റെ സൂക്ഷ്മാർത്ഥം കണ്ടുപിടിച്ച് എനിക്ക് പറയാൻ പറ്റുന്നില്ല. ദ്രൗപദി വിട്ടില്ല. അശുദ്ധഭാവൈർ നികൃതിർപ്രവൃത്തൈ അബുദ്ധ്യമാനഃ കുരുപാണ്ഡവാഗ്രഹ സംഭൂയ സർവൈശ്ച ജിതോപി യസ്മാത് പശ്ചാദയം കൈതവമഭ്യുപേതഃ. അത്ര വലിയ അറിവൊന്നുമില്ല അദ്ദേഹത്തിന് ചൂതുകളിയിൽ. ബാക്കി എല്ലാവരും കൂടി പറഞ്ഞ് ഏൽപ്പിച്ചൊക്കെ ചെയ്തതാ. അങ്ങനെ വന്ന് സംഭൂയ സർവൈശ്ച ജിതോപി യസ്മാത്. എന്നെ അവർ ജയിച്ചു, ഞാൻ അവർക്ക് തോറ്റു എന്ന് അദ്ദേഹം തുറന്ന് സമ്മതിച്ചതിന് ശേഷം പിന്നെ എന്നെ ഈ പന്തയം വെച്ച വയ്ക്കലുണ്ടല്ലോ, അതിന് പ്രസക്തിയില്ല, അത് ശരിയല്ല എന്ന്. കൂട്ടരെ നിങ്ങളൊന്ന് നല്ല പോലെ കേൾക്കൂ. ദ്രൗപദിയുടെ ഈ വാദത്തിന് എന്താ അർത്ഥം? ഞാൻ യുധിഷ്ഠിരൻ്റെ ധർമ്മപത്നിയല്ല എന്ന്. അതല്ലേ ഇതിനർത്ഥം. യുധിഷ്ഠിരൻ്റെ ധർമ്മപത്നിയാണെങ്കിൽ യുധിഷ്ഠിരൻ ദാസ്യപ്പെട്ടാൽ പത്നിയും ദാസ്യപ്പെട്ടുല്ലോ. പക്ഷേ അവരവിടെ നിന്ന് പറയാണ് യുധിഷ്ഠിരൻ നൽകിയിട്ടുള്ള ദാസ്യം ശരിയല്ല, ഞാൻ സ്വതന്ത്രയാണെന്ന്. അപ്പം ഭർത്താവിനെ തീരെ ആ ബന്ധത്തെ തീരെ നിഷേധിച്ചു കൊണ്ടുള്ള ഒരു നിലപാടാണ് പാഞ്ചാലി എടുത്തത്. എന്തിനാ എടുത്തത്? ഭർത്താക്കന്മാരെ രക്ഷിക്കാൻ. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് മനസ്സിലാക്കാനുള്ള കാര്യം വളരെ വിശദവും വിശാലവുമാണെന്ന് നിങ്ങൾ അറിയണം. നമ്മൾ വെറുതെ ഇങ്ങനെ ഭർത്താവ് ഭാര്യ ഭർത്താവ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പ്രതിസന്ധി വന്നാൽ ആ പ്രതിസന്ധിയെ തരണം ചെയ്യാൻ നമുക്ക് സാധിക്കണം. ആ തരണം ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്തു? ഒരു ഭാര്യയും ഒരിക്കലും പറയാത്തൊരവകാശവാദമാണ് ദ്രൗപദി അവിടെ ഉന്നയിച്ചത്. എൻ്റെ ഭർത്താവ് എനിക്ക് അടിച്ചേൽപ്പിച്ചിട്ടുള്ള ദാസ്യം ശരിയല്ല, ഞാൻ സ്വതന്ത്രയാണെന്നൊരൊറ്റ വാദം. ആ വാദം എന്തിനു വേണ്ടി? ഭർത്താക്കന്മാരെ മോചിപ്പിക്കാൻ. അപ്പം ഭർത്താക്കന്മാരെ മോചിപ്പിക്കാൻ വേണ്ടി ഒരു ഭാര്യയ്ക്ക് എന്തും ചെയ്യാൻ അവകാശമുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ അവസാന പാഠം. ഇത് നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം. പെറ്റു വളർത്തിയ ഒരു കുട്ടിയിൽ അവിഹിതമായിട്ടുള്ളൊരു സവീനം സ്വന്തം ഭർത്താവിൻ്റെ കയ്യിൽ നിന്ന് വന്നാൽ പോലും ഒരു സ്ത്രീ എന്ത് ചെയ്യണമെന്നൊരു ചോദ്യമാണ് ഇവിടെ. അതിന് നിങ്ങളെല്ലാവരും ആലോചിച്ച് മറുപടി പറഞ്ഞോളൂ. വെറുതെ ഇങ്ങനെ പറഞ്ഞാൽ മതിയോ? അവസാനം നമുക്ക് വേണ്ടത് എന്താ? നമ്മുടെ ജീവിതം സംരക്ഷിക്കപ്പെടണം, മാനമായി മര്യാദയായി. അതിന് ലംഘനം എവിടുന്ന് വന്നാലും അതിനെ സമ്മതിക്കാൻ നമ്മുടെ മനസ്സോ ബുദ്ധിയോ സമ്മതിക്കില്ല. ഇവിടെ ശരീരത്തിൻ്റെ ബലാബലങ്ങളല്ല, ശരീരത്തിന് എന്തോ ആവട്ടെ, നാവ് കൊണ്ട് പറയാനുള്ളതും ബുദ്ധി കൊണ്ട് ആലോചിക്കാനുള്ളതും അവിടെ നമ്മൾ പണയം വയ്ക്കാതെ ഇരിക്കണം. ഇതാണ് നമുക്ക് ആവശ്യം. ഇത്രയും ആയപ്പോൾ ആ സദസ്സിൽ നിന്ന് മറുപടി ഉണ്ടായില്ല. ഒരനിശ്ചിതത്വമാണ്. അപ്പോഴേക്കും എന്തായി? ദൃശ്യമേഖല പരാജയപ്പെടുമ്പോൾ അദൃശ്യമേഖല പെട്ടെന്ന് പൊട്ടി അങ്ങോട്ട് വിരിഞ്ഞു. ധൃതരാഷ്ട്രൻ കുരുടനാണല്ലോ. എല്ലാവരും പറഞ്ഞു തുടങ്ങി, ദാ കഴുകൻ വന്ന് ചുറ്റണു യാഗശാലയ്ക്ക് മുകളിൽ, കഴുത കരയണു, എന്തോ വലിയ ആപത്ത് വരാൻ പോണു. അപ്പോൾ ചോദിച്ചപ്പോൾ ഇതാണ് സംഭവം. ഉടനെ ദ്രൗപദിയോട് വരാൻ പറയൂ എന്ന് പറഞ്ഞു. ദ്രൗപദി വന്നു. ദ്രൗപദി വന്നിട്ട് പറയാണ്, എൻ്റെ മരുമക്കളിൽ വെച്ച് പെൺമരുമക്കളിൽ വെച്ച്
ഏറ്റവും വിശേഷപ്പെട്ടവളാണ് നീയോ നിൻ്റെ ഭർത്താക്കന്മാരോ ഒരാളുടെ ദാസ്യത്തിനും വിധേയരല്ല, എല്ലാവരും സ്വതന്ത്രരായിട്ട് പൊക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇതിന് പരിഹാരമുണ്ടായത് കൂട്ടരെ. ഇതിൽ ചിലരൊക്കെ പറയും കൃഷ്ണൻ സാരി കൊടുത്തു എന്ന്. കൃഷ്ണൻ എന്താ പറയണേന്നറിയോ? അയ്യോ ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല, ഞാനിവിടെ ഉണ്ടായിരുന്നെങ്കിൽ ചൂതുകളി സമ്മതിക്കുമായിരുന്നില്ല എന്ന് പറഞ്ഞ് അറിഞ്ഞ ഉടനെ വനവാസക്കാലത്ത് അവരെ കണ്ട് കാര്യം പറയാനാണ് പോയത്. അവിടെ ദ്രൗപദി അവിടെ ഇരുന്ന് സ്വയം ആ നിഷേധമുണ്ടല്ലോ, ആ നിഷേധിച്ചുകൊണ്ട് അവരുടെ ശക്തിയോട് കൂടി നിന്നു. വിളിച്ചത് ഹരേ 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 എന്നാണ്, കൃഷ്ണ കൃഷ്ണ എന്നല്ല. നിങ്ങൾ ആരും സംശയിക്കരുത്. ലോകത്തിൽ ഒരൊറ്റൊരുത്തൻ അച്ഛനമ്മമാരുടെയാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. നമ്മൾ പിറന്നു വീണത് ഭൂമിയിലാണ്, ഭൂമി ലോകത്തിലാണ് നിൽക്കുന്നത്. നമുക്കും ഒടയമ്പരാനുമായിട്ടുള്ളൊരു ബന്ധം നമുക്ക് എപ്പോഴും ഉണ്ട്. ആ ബന്ധത്തിൽ ഉറച്ചു നിന്ന് നിങ്ങളുടെ ശരിയായ ആവശ്യം, നീതിയുക്തമായിരിക്കുന്ന ആവശ്യം, അത് ഉറച്ചു നിന്ന് സമർത്ഥിക്കാൻ പുറപ്പെടുമ്പോൾ ആകാശം പൊട്ടി വളർന്ന് നിങ്ങളെ സഹായിക്കും. അതാണ് അവിടെ കണ്ടത്. യുധിഷ്ഠിരൻ എല്ലാവരെയും കൂട്ടി ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പോകാൻ പുറപ്പെട്ടപ്പോൾ ഇവർ പിന്നാലെ ചെന്നിട്ട് പറഞ്ഞു, നമുക്ക് ആദ്യം ഒരു ചൂട് കളിക്കാം. മഹാഭാവം സമ്മതിച്ചു അതിന്. എന്നിട്ട് തിരിച്ചു വന്നു. അവിടെയാണ് ഇനി കാട്ടിലേക്ക്, ഇനി ആൾക്കാരെ ഒന്നും പന്തയം വയ്ക്കണ്ട, നമുക്കൊരു കാര്യം ചെയ്യാം. 12 കൊല്ലം വനവാസം, അത് കഴിഞ്ഞ് 1 കൊല്ലം അജ്ഞാതവാസം, അങ്ങനെയുള്ളത് നടക്കട്ടെ, ബാക്കിയുള്ളതൊക്കെ വിട്ടുകളയാമെന്ന്. എന്നിട്ടാണ് ഈ വനവാസവും അജ്ഞാതവാസവും ഒക്കെ ഉണ്ടായത്. പരൈഹി പരിഭവേ പ്രാപ്തേ വയം 5,000 പരസ്പര വിരോധേതു വയം 500 തുതേ. വനവാസം 12 കൊല്ലം. ആ വനവാസം അങ്ങനെ പോകുമ്പോൾ ദുര്യോധനം മിണ്ടാണ്ടിരിക്കാൻ പറ്റിയില്ല. പാണ്ഡവന്മാരെയും ദ്രൗപദിയും കൂടി ഞാൻ ഓടിച്ചു. എവിടേക്ക്? വനത്തിലേക്ക്. അവരവിടെ കഷ്ടപ്പെടണമെന്ന് നേരിട്ട് കാണണം. അയ്യോ, എങ്ങനെയാണ് ഈ വ്യാസമഹർഷി ഇതൊക്കെ എഴുതിയതെന്ന് ഞാൻ ആലോചിക്കുന്നു. അവർ കഷ്ടപ്പെടുന്നത് കാണണത്രേ ഈ ദുര്യോധന്. ആ ദുര്യോധൻ്റെ പേര് പോലും നോക്കൂ, ദൂ എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങണത്. ദു ദു ദു. അത് കാണാൻ വേണ്ടി പോയി. കൂട്ടത്തിൽ കർണനും ഉണ്ട്, അമ്മാവനും ഉണ്ട്, എല്ലാവരും ഉണ്ട്. ദുര്യോധനൻ യുധിഷ്ഠിരാദികൾ കഷ്ടപ്പെടുന്നത് കാണാൻ വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ ഗന്ധർവന്മാർ ദുര്യോധനെ നേരിടാനും എതിർക്കാനുമായിട്ട് വന്നു. അവിടെ കർണനുമുണ്ട്, ബാക്കിയുള്ളവരുമുണ്ട്. ഗന്ധർവന്മാർ യുദ്ധം ചെയ്ത് തോൽപ്പിച്ച് ദുര്യോധനെ പിടിച്ചു കെട്ടി, ബന്ദിയാക്കി. ഈ വർത്തമാനം യുധിഷ്ഠിരൻ അറിഞ്ഞതോടുകൂടി, കേൾക്കുന്നുണ്ടോ നിങ്ങൾ? യുധിഷ്ഠിരൻ അറിഞ്ഞതോടുകൂടി അർജുനെ വിളിച്ചു. അർജുന, നീ മനസ്സിലാക്കണം, പരൈഹി പരിഭവേ പ്രാപ്തേ വയം 5,000. നമ്മൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസമോ അപ്പുറത്ത് ശത്രുതയോ ഒക്കെ ഉണ്ടാവാം. പക്ഷെ നമ്മൾ ഒരു കുടുംബത്തെ കുട്ടികളാണ്. അപ്പം നമ്മൾ ഒരുമിച്ച് നിൽക്കണം. 5,000. നമ്മൾ 105 പേരാണ്. നമ്മുടെ ഉള്ളിൽ വഴക്ക് വരുമ്പോൾ നമ്മൾ 5ഉം അവർ 100ഉമാണ് സമ്മതിച്ചു. ഒന്നിച്ചു വന്നാൽ നമ്മൾ കൂടെ നിൽക്കണം. ഞാൻ പലപ്പോഴും നമ്മുടെ രാഷ്ട്രീയ സ്ഥിതിഗതികളെക്കുറിച്ച് ആലോചിച്ച് വിചാരിക്കാറുണ്ട്. എന്തെങ്കിലും ഗൗരവമുള്ള ഒരു ദേശീയ പ്രശ്നം വന്നാൽ പോലും നമ്മുടെ രാഷ്ട്രീയക്കാർ ആ എതിരഭിപ്രായവും പാർലമെൻറ്റും ഒക്കെ മറന്ന് ഒന്നിച്ചു നിൽക്കാൻ ഇവിടെ കൂട്ടാക്കുന്നില്ല. ശത്രുക്കളെ നേരിടുമ്പോഴെങ്കിലും നമുക്കൊരു വിചാരം വേണ്ടേ നാം ഒന്നാന്ന്. ഒരു സ്ട്രൈക്ക് നടത്തി, സർജിക്കൽ സ്ട്രൈക്ക്. അത് നടത്തിയപ്പോൾ അത് നടത്തിയിട്ടില്ല, വെറുതെ പറയണതാന്നൊക്കെയാണ് പറയണത്. അപ്പോൾ നമ്മുടെ പട്ടാളക്കാരും വീര്യമൊക്കെ എങ്ങനെയാണ് നിൽക്കുക എന്നൊന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ എപ്പോഴാണ് ഒന്നിച്ച് ചേരേണ്ടത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കുന്നതിൽ പരാജയം വരരുത്. എപ്പോഴാണ് ഈ ഇന്ത്യ നന്നാവുക എന്നാണ് ഞാൻ ആലോചിച്ച് നോക്കണത്. നമുക്ക് പാർലമെൻറ്റ് വേണം, എതിർ പാർട്ടി വേണം, എല്ലാം വേണം. പക്ഷേ നമ്മുടെ രാഷ്ട്രം ഒന്നാണല്ലോ. നമ്മളൊക്കെ ഒരു ദേശത്തിൻ്റെ മക്കളല്ലേ. ഞാൻ യുധിഷ്ഠിരൻ പറയണത് കേൾക്കൂ.
വനവാസത്തിൽ കഷ്ടപ്പെടുന്ന സമയത്ത് ദുര്യോധനൻ വന്ന് ബന്ദിയായി എന്ന് കേട്ടപ്പോൾ ഉടനെ അർജുനനെ വിളിച്ച് പറയുകയാണ്, നോക്കൂ, അന്യന്മാർ നമ്മളെ നേരിടുമ്പോൾ നമ്മൾ 100, 5, 105 നിൽക്കണം. നമ്മുടെ ഉള്ളിൽ നമ്മൾ 5, അവർ 100 ആയിക്കോട്ടെ എന്ന്. ഉടനെ പോയി അർജുനൻ എന്ത് ചെയ്തു? ഗന്ധർവന്മാരെ യുദ്ധം ചെയ്ത് അവരെ പിടിച്ച് ദുര്യോധനെ മോചിപ്പിച്ച് കൊണ്ടുവന്നു. ആ ദുര്യോധന അത് സഹിക്കുകയ്യ. അയ്യോ, അവിടെ കർണനും ഉണ്ടായിരുന്നു, എല്ലാവരും ഉണ്ട്. എന്നിട്ട് ഞാൻ മടങ്ങി വരില്ല എന്ന് പറഞ്ഞു. നാണവും ലജ്ജയോ സഹിക്കുകയ്യാതെ ശകുനി പറഞ്ഞ് സമാധാനിപ്പിച്ച് കൂട്ടിക്കൊണ്ടു പോവുക. അവർ വനവാസത്തിൽ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ 100 സഹോദരിമാരുണ്ടല്ലോ. ആര്? ദുര്യോധനാദികൾ. അവർക്ക് ഒരു സഹോദരിയാണ്, ദുശ്ശള എന്നാണ് ആ സഹോദരിക്ക് പേര്. ദുശ്ശളയുടെ ഭർത്താവാണ് ജയദ്രഥൻ. ആ ജയദ്രഥൻ ഏതോ സ്വയംവരത്തിലേക്ക് പോകുന്ന പോക്കാണ്. ആ പോകുന്ന പോക്കിൽ ദ്രൗപദിയെ കണ്ടപ്പോൾ ഉടനെ പിടിച്ചാൽ നിൽക്കില്ല. ദ്രൗപദിയിൽ ആകൃഷ്ടനായി അവിടെ ചെന്നു. അവർ തമ്മിൽ കശപിശയും പിടിവലിയൊക്കെ ആയി. ആ മുകളിൽ കിടക്കുന്ന ആ സാരി ഉണ്ടല്ലോ, മേലാക്ക്, അത് പിടിച്ചങ്ങോട്ട് വലിച്ചപ്പോൾ അതിശക്തമായിട്ട് ദ്രൗപദി ഒരു തള്ളങ്ങോട്ട് കൊടുത്തു. ആ തള്ളിൽ പെരണ്ട് വീണു. വലിയൊരു വൃക്ഷം കൊമ്പ് മുറിഞ്ഞ് വീണമാതിരിയാ വീണതെന്നാണ് പറയണേ. അവിടുന്ന് എണീറ്റിട്ട് വിട്ടില്ല. പിന്നെയും കടന്നു പിടിക്കാൻ പുറപ്പെട്ടപ്പോൾ ദ്രൗപദി തീരുമാനിച്ചു, നമ്മളിപ്പോൾ ഈ കശപിശയ്ക്ക് പോയാൽ ബുദ്ധിമുട്ടാവും, അതുകൊണ്ട് അവൻ്റെ കൂടെ രഥത്തിൽ കയറിക്കളയാം. അടുത്ത് ധൗമ്യനുണ്ടായിരുന്നു. ആ ധൗമ്യനെ നമസ്കരിച്ച് ഈ ജയദ്രഥൻ്റെ കൂടെ രഥത്തിൽ കയറിയിട്ട് തുടർച്ചയായിട്ട് വർത്തമാനം പറയാൻ തുടങ്ങി. എന്താ ഈ വർത്തമാനം പറഞ്ഞതിൻ്റെ ഉദ്ദേശം? ജയദ്രഥൻ്റെ മനസ്സിനെ തെറ്റിപ്പിക്കാൻ വേണ്ടി. ഇതിൽ പറഞ്ഞിരിക്കുകയാണ്, ജഗ്രാഹതാം ഉത്തരവസ്ത്രദേശേ ജയദ്രഥസ്ഥം സമവാക്ഷിപത്സ തയാ സമാക്ഷിപ്തതനുസ്സപാപ പപാതശാഖീവ നികൃത്തമൂല. ഞാൻ പറഞ്ഞത് ആ ശ്ലോകം ഉദ്ധരിച്ചു എന്ന് മാത്രം. പ്രഗൃഹ്യമാണാതു മഹാജവേന. നിങ്ങൾ പലപ്പോഴും ഈ സ്ത്രീകളുടെ പെരുമാറ്റത്തെ പറ്റിയും പുരുഷന്മാരായിട്ടുള്ള ഇങ്ങനെയുള്ള കശപിശയെ പറ്റി ആലോചിക്കുമ്പോൾ എന്താ നിങ്ങൾ മനസ്സിലാക്കണത്? പ്രഗൃഹ്യമാണാതു മഹാജവേന, വളരെ ശക്തിമത്തായി പിടിച്ചു വലിച്ചാലും മുഹുർ വിനിശ്വസ്യച്ച രാജപുത്രി, ഒരു ദീർഘശ്വാസത്തോടു കൂടി സാ കൃഷ്യമാണ രഥമാരുരോഹ, ഇനി കശപിശയ്ക്ക് പോയി വഴക്ക് കൂട്ടണ്ട എന്ന് പറഞ്ഞ് ധൗമ്യസ്യ പാദാവഭിവാദ്യ കൃഷ്ണ. ധൗമ്യൻ അവിടെ ഉണ്ടായിരുന്നു, നമസ്കരിച്ച് രഥത്തിൽ കയറി. അപ്പം സ്ത്രീകൾ ഓരോ സന്ദർഭം വരുമ്പോഴും അതിനനുസരിച്ച് എങ്ങനെ ധീരമായി മുൻകരുതലോടു കൂടി പെരുമാറണം എന്നുള്ളത് വിശേഷപ്പെട്ട ഒരു കാര്യമാണ്. സാഹചര്യങ്ങൾക്കനുസരിച്ച് ധർമ്മരക്ഷയ്ക്കായി എന്ത് വേണമോ അത് ചെയ്യാൻ നമ്മളെല്ലാവരും തയ്യാറാവണം. ചൂളരുത്. അവിടെയൊക്കെ ഇന്നത് എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ പറ്റില്ല. അതിർത്തിയൊക്കെ ലംഘിച്ചു എന്ന് വരും. അപ്പോഴും ധർമ്മരക്ഷയ്ക്ക് വേണ്ടി എന്ത് വേണമോ ചെയ്യണം. അവിടെ കയറി സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഭർത്താക്കന്മാർ വരുന്നു. തേരിൽ പോകുമ്പോൾ അവരെ കണ്ടപ്പോൾ ജയദ്രഥന് പേടിയായി. ഉടനെ ചാടി ഇറങ്ങി ഓടാൻ തുടങ്ങി. ഭീമൻ പിന്നാലെ പോയി. മറ്റുള്ളവരുടെ കൂടെ ദ്രൗപദി അവരുടെ സ്ഥാനത്തേക്ക് വന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഭീമൻ പിടിച്ചു കെട്ടി കൊണ്ടുവന്നിരിക്കുക. അപ്പം യുധിഷ്ഠിരൻ പറഞ്ഞു, ദുശ്ശളയുടെ ഭർത്താവാണ്, അവനെ കൊല്ലരുത്. പരമാവധി തലമുടിയും താടിയും ഒക്കെ ഒന്ന് വെടിച്ചു വിട്ടേക്കും. ദ്രൗപദിയും പറഞ്ഞു, ശരി, അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന്. നോക്കൂ അവരുടെ മനസ്ഥിതി. ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. നമ്മുടെ മനസ്സിൻ്റെ ആ കെട്ടുപൂട്ട് പോകാനാണ് ഈ ചരിതങ്ങളൊക്കെ വായിക്കുന്നതും ഗ്രഹിക്കുന്നതും. ജയദ്രഥൻ ചെയ്തത് തെറ്റാണ്, ഇനിയുള്ള പെരുമാറ്റത്തിന് പോകരുത് എന്ന് പറഞ്ഞ് യുധിഷ്ഠിരൻ ഉപദേശിച്ചിട്ടാണ് പറഞ്ഞയച്ചത്. വനവാസം കഴിഞ്ഞു. തിരിച്ചു ചെന്ന് രാജ്യം ചോദിച്ചു. തരില്ല എന്ന് പറഞ്ഞു. ആര്? ദുര്യോധനൻ. വേണമെങ്കിൽ അവർ യുദ്ധം ചെയ്ത് രാജ്യമെടുത്തോട്ടെ എന്നാണ് പറഞ്ഞത്. ആര്? ദുര്യോധനൻ. മുതിർന്നവരാരെന്ത് പറഞ്ഞാലും കേൾക്കാതെ. യുധിഷ്ഠിരനെ ഈ ചോരക്കളം ഒഴിവാക്കണമെന്നായിരുന്നു മനസ്സിൽ. എന്തായാലും നിവൃത്തിയില്ലാതെ വന്നപ്പോൾ
ശരി ശരി എന്ന് സമ്മതിച്ചു. ഇതിൽ പ്രധാനപ്പെട്ട ഒരു സംഭവം നടന്നത്, യുദ്ധം തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ ഈ കൗരവന്മാരും പാണ്ഡവന്മാരും ഒരുപോലെ കൃഷ്ണന് ബന്ധപ്പെട്ടവരാ. അവർ രണ്ടാളും കൂടി ദ്വാരകയ്ക്ക് ചെന്നു സഹായം തേടാനായിട്ട്. അപ്പോൾ ഇവർ വരുന്നും തേടുന്നും ഒക്കെ അറിയാമല്ലോ കൃഷ്ണന്. അപ്പോൾ കൃഷ്ണൻ അവിടെ ഭംഗിയായിട്ട് കിടന്നു. ഉറങ്ങുമൊന്നുമല്ല, ഉറക്കം നടിച്ച് കിടക്കുകയാണ്. അപ്പോൾ രണ്ടാളും ചെന്നു. ആദ്യം എത്തിയത് ദുര്യോധന. അപ്പോൾ കൃഷ്ണൻ കിടന്ന് ഉറങ്ങുക. അപ്പോൾ ആ തലയുടെ ഭാഗത്താണ് ഇരുന്നത് ഒരു സോഫയിൽ. കൃഷ്ണനത് മനസ്സിലാക്കി. അത് കഴിഞ്ഞ് അർജുനൻ പിന്നീടാണ് വന്നത്. അപ്പോൾ രണ്ടുപേരും വന്നത് എന്താ എണീട്ടൊക്കെ ചോദിച്ചപ്പോൾ സഹായത്തിനാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ആരാ ആദ്യം സഹായം ചോദിക്കുക എന്ന് പറഞ്ഞപ്പോൾ കൃഷ്ണന് ഒത്തിരി പേടിയുണ്ട്, അബദ്ധം വന്നാലോ എന്ന്. ആദ്യം വന്നത് ദുര്യോധനാണ്. പക്ഷേ ആദ്യം ചോയ്സ് കൊടുക്കേണ്ടത് അർജുനനാണ്, അപകടം വരരുതല്ലോ എന്ന് കൃഷ്ണന് കണക്കാക്കി. എന്നാൽ ദുര്യോധനൻ മുമ്പ് വന്നാലും ഞാൻ കണ്ടത് അർജുനെയാണ്, പിന്നെ പ്രായം കൊണ്ട് ചെറുപ്പമാണല്ലോ, അതുകൊണ്ട് അവനായിക്കോട്ടെ ആദ്യത്തെ ചോയ്സ് എന്ന് പറഞ്ഞു. അപ്പോൾ അർജുനൻ പറഞ്ഞു, കൃഷ്ണൻ്റെ കയ്യിലുള്ള വിഭവങ്ങളെ രണ്ടായി വിഭജിച്ചു. ഒന്ന് തൻ്റെ നാരായണീ സേന മുഴുവനും, മറ്റതോ താൻ. എങ്ങനത്തെ താൻ? അമ്പും വില്ലോ പടയോ ആയുധമൊന്നുമില്ല. ഞാൻ എൻ്റെ വെറും കയ്യോട് കൂട്ടിയിട്ടേ അവിടെ വരുള്ളൂ. ഒരു തരത്തിലും യുദ്ധത്തിൽ പങ്കെടുക്കില്ല. അങ്ങനത്തെ ഞാൻ. അർജുനൻ പറഞ്ഞു, എനിക്ക് അങ്ങ് മതി. ഓ, ദുര്യോധനന് വലിയ സമാധാനമായി. എങ്ങാനും അബദ്ധത്തിൽ ഇവൻ നാരായണീ സേനയെ തട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ എന്താവുന്നു. നാരായണീ സേന ദുര്യോധനന് കിട്ടുകയും ചെയ്തു. അവർ രണ്ടാളും മടങ്ങിപ്പോയി. നോക്കൂ എങ്ങനെയാണ് ഈ കാര്യങ്ങളുടെ ഗതി ഇങ്ങനെ നീങ്ങണത്. ഈ യുദ്ധം നടന്നത് ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേന്നാണ്. കുരു മുതലായിട്ടുള്ള പൂർവികന്മാർ തപസ് ചെയ്ത് അതിപവിത്രമാക്കിയിട്ടുള്ള ഒരു ധർമ്മപ്രദേശത്തിലാണ് ഈ കുരുക്ഷേത്ര യുദ്ധം നടന്നത്. അപ്പോഴല്ലേ ധർമ്മത്തിൻ്റെ സ്വാധീനവും അനുഗ്രഹവും അതിനുണ്ടാവുള്ളൂ. അപ്പോൾ അവിടെ നടന്നതാണ്. അവിടെ ആദ്യമായിട്ട് കൗരവസേനയിൽ നിന്ന് ഭീഷ്മനാണ് ഒരു സിംഹധ്വനി മുഴക്കി കയ്യിലുള്ള ശംഖ് വിളിച്ചത്. അപ്പോൾ ഭീഷ്മൻ വിളിച്ചപ്പോൾ അതിന് പ്രതിധ്വനി മുഴക്കാനുള്ളത് ദൃഷ്ടദ്യുമ്നനാണ്, സൈന്യത്തലവൻ. അദ്ദേഹം മിണ്ടാണ്ടിരുന്നു. പിതാമഹൻ ശംഖ് വിളിച്ചാൽ അതിൻ്റെ പ്രതിധ്വനി മുഴക്കാനുള്ള യോഗ്യത ഒന്നും എനിക്കില്ല എന്ന് പറഞ്ഞ് മിണ്ടാണ്ടിരുന്നപ്പോൾ ആരുമില്ല. അപ്പോൾ പിന്നെ കൃഷ്ണനൊരു അവസരം കിട്ടി. പാഞ്ചജന്യം എടുത്ത് വിളിച്ചു. വാസ്തവത്തിൽ ഒരു പടയാളിയായി കൃഷ്ണൻ അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ ഇത് വല്ലതും നടക്കുമോ? നടക്കില്ല. അപ്പം അദ്ദേഹം പറഞ്ഞത് എത്രത്തോളം പ്രസക്തമാണെന്നുള്ളത് ആലോചിച്ച് നോക്കിക്കോളൂ. ഇങ്ങനെ നിഗൂഢമായ ചില അനുഗ്രഹങ്ങളാണ് ഈ ധർമ്മപക്ഷത്തിലുള്ളവർക്ക് എല്ലാവർക്കും നിർണായകമായി സംഭവിക്കാറുള്ളത്. അർജുനൻ കുരുക്ഷേത്രത്തിൽ എല്ലാ തയ്യാറെടുപ്പോടും കൂടി ചെന്ന് സൈന്യ നിരീക്ഷണം കഴിഞ്ഞ ഉടനെ എന്തുണ്ടായി? അർജുനൻ ആകെ തളർന്നു. യുദ്ധം ചെയ്യാനുള്ള താത്പര്യമേ പോയി. എങ്ങനെയാണ് ഈ ആതതായിനമായാന്തം ഹന്യാദേവാവിചാരയൻ? നമ്മുടെ സ്മൃതികളിൽ പറഞ്ഞിട്ടുണ്ട്, കൊല്ലാൻ വരുന്ന ശത്രു ആരായാലും, അത് ചേട്ടനോ അനിയനോ അച്ഛനോ മകനോ ആരായാലും, ആതതായി ആണെങ്കിൽ ഒരു കാര്യവും ആലോചിക്കാതെ കൊല്ലണമെന്ന്. പക്ഷേ അർജുൻ്റെ മനസ്സതിന് തയ്യാറായില്ല. അവർ ലോഭം പിടിപെട്ട് കണ്ണു കാണാതെ പ്രവർത്തിക്കുന്നു എന്നുണ്ടെങ്കിലും വിവേകം നഷ്ടപ്പെട്ട് നമ്മളത് ചെയ്യരുത് എന്ന് പറഞ്ഞ് യുദ്ധം ചെയ്യരുത്, പിൻവാങ്ങണം എന്നാണ് വാദിച്ചു നിന്നത്. ഈ ക്ഷത്രിയ ധർമ്മം ഉണ്ടല്ലോ, വളരെ ദാരുണമാണത്. സഹോദരനെ കൊണ്ട് സഹോദരനെ കൊല്ലിക്കാൻ നിർബന്ധിക്കുന്നതാണ് ക്ഷാത്രധർമ്മം. പക്ഷേ അതും ലോകഗതിയുടെ ഭാഗമാണ്. അപ്പം അങ്ങനെ വന്നാൽ ചൂളി നിൽക്കാൻ എങ്ങനെ സാധിക്കും? പറ്റില്ല. എത്രത്തോളം സ്നിഗ്ധമാണോ മനുഷ്യ മനസ്സ് അത്രത്തോളം അതിന് കാഠിന്യവും ഉണ്ടാവും ആവശ്യമുള്ള സമയത്ത്. മഹാഭാരതത്തിൻ്റെ ഏറ്റവും വലിയ സംഭാവനയാണ് ഭഗവത്ഗീത ഈ കാര്യത്തിൽ. അർജുനനെ കൊണ്ട് നിർത്തി, അർജുനന് മോഹം ജനിപ്പിച്ച് അവസാനം ഞാൻ യുദ്ധം ചെയ്യില്ല എന്ന് പറഞ്ഞപ്പോൾ അത് സമ്മതിക്കാതെ കൃഷ്ണൻ
അർജുനൻ്റെ ആവശ്യപ്രകാരം എല്ലാം ഒരു ഗുരുസ്ഥാനത്ത് നിന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അവസാനം അർജുനൻ പറഞ്ഞു, എൻ്റെ മനസ്സ് തെളിഞ്ഞു, ബുദ്ധി തെളിഞ്ഞു, എൻ്റെ ഓർമ്മ എനിക്ക് തിരിച്ചു കിട്ടി, ഞാൻ ഒരു യുദ്ധമല്ല 20 യുദ്ധം വേണമെങ്കിൽ ചെയ്യാമെന്ന്. ഇതാണ് മഹാഭാരതത്തിൻ്റെ ഏറ്റവും വലിയ സംഭാവന. എത്ര സങ്കീർണമാണ് ലോകഗതികൾ എന്നുണ്ടെങ്കിലും ആ സങ്കീർണതയുടെ ഉള്ളിൽ ഒരു ധർമ്മരേഖ പിടിച്ച് ആ ചുവടിൽ നമുക്ക് പോകാൻ സാധിക്കണം. അതിനെ അനുകൂലിക്കുന്നതാണ് എല്ലാം തന്നെ എന്നാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. ഈ ഭഗവത്ഗീതയുടെ അവസാനത്തെ വാക്ക് എന്താണെന്ന് ചോദിച്ചാൽ നിശ്ചലതയാണ്. നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ ഒരു സാന്നിധ്യമുണ്ട്. അത് മനസ്സല്ല, ബുദ്ധിയല്ല, അഹങ്കാരമല്ല, അതിനെല്ലാം അപ്പുറത്തുള്ളതാണ്. അവിടെ ഒരു പ്രവൃത്തിയും നടക്കുന്നില്ല, ഒരു തരത്തിലുള്ള പാപപുണ്യ ഫലവും അവിടെ യേശുന്നില്ല. അതിന് കർത്തൃഭാവമില്ല, ഭോക്തൃഭാവമില്ല. ഇതാണ് ഭഗവത്ഗീതയിലെ പ്രധാനമായിട്ടുള്ള ഒരു സത്യം. ആ സത്യം അറിഞ്ഞ് സാക്ഷാത്കരിച്ച് ജീവിക്കുന്നവനാണ് കൃഷ്ണപരമാത്മാവ്. ആ കൃഷ്ണപരമാത്മാവ് ഉള്ളത് കൊണ്ടാണ് ഈ മഹാഭാരത യുദ്ധവും നമ്മുടെ പാണ്ഡവന്മാരുടെ ജീവിതത്തിലുള്ള എല്ലാ പ്രതിസന്ധികളും വേണ്ടതുപോലെ നേരിട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞത് കൃഷ്ണൻ്റെ സാന്നിധ്യം കൊണ്ടാണ്. അപ്പം മഹാഭാരത യുദ്ധം അത് പൂർണ്ണമായി കണ്ടും കേട്ടും മനസ്സിലാക്കി അന്ധരാജാവ് ധൃതരാഷ്ട്രനെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി വേദവ്യാസൻ തന്നെ നിയോഗിച്ച സഞ്ജയൻ അവസാനം ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. എന്താണത്? എന്താ പറയണേ? എത്ര യോഗേശ്വര കൃഷ്ണോ എത്ര പാർത്ഥോ ധനുർധര തത്ര ശ്രീർ വിജയോ ഭൂതി ധ്രുവാ നീതിർ മതിർമമ. ഈ ലോകത്തിൽ ജീവിക്കുന്ന സമയത്ത് സമാജവുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ചും പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്നൊക്കെ പറയുന്നത് ഉണ്ടല്ലോ, അത് നടത്തണം എന്നുണ്ടെങ്കിൽ 2 ആൾ വേണം. യോഗേശ്വരനായിരിക്കുന്ന കൃഷ്ണൻ, ധനുർധരനായ പാർത്ഥൻ. കൈ പൊക്കി കൈയും കാലും ഊന്നിപ്പിടിച്ച് എന്ത് പ്രവൃത്തിയും ചെയ്യാൻ തയ്യാറായിട്ടുള്ള ഒരാൾ വേണം. ആ ആളെ സംശയങ്ങളോ വിഷമങ്ങളോ വരുമ്പോൾ അത് നീക്കിക്കൊടുത്ത് ശരിക്കും ഉപദേശിച്ച് സത്യദർശനത്തോടു കൂടി മുന്നോട്ട് പോകാൻ ഒരു ഉപദേഷ്ടാവും വേണം. ഇത് രണ്ടും ഒരുമിച്ചുണ്ടെങ്കിൽ അവിടെയാണ് നീതിയും വിജയവും ഉത്കർഷവും മേന്മയും അഭിവൃദ്ധിയും ഐശ്വര്യവും ഉണ്ടാവുക. ഇതാണ് മഹാഭാരതത്തിന് പറയാനുള്ളത്. അർജുനനുള്ള ആശയത്തെളിച്ചമുണ്ടായി. ഉടനെ അർജുനൻ അമ്പും വില്ലും എടുത്ത് യുദ്ധം ചെയ്യാൻ തയ്യാറായി. ഇനി അവിടെ യുദ്ധം നടക്കേ വേണ്ടൂ. ആ സമയത്താണ് യുധിഷ്ഠിരൻ തൻ്റെ കയ്യിലുള്ള അമ്പും വില്ലും താഴത്ത് വെച്ച് അങ്ങ് മുമ്പിലേക്ക് നടന്നു തുടങ്ങിയത്. അർജുനൻ വല്ലാതെ പേടിച്ചു. ചേട്ടൻ്റെ കൈ പിടിച്ച് വലിച്ചു. കൊതറി ചേട്ടൻ പോയി. കൃഷ്ണൻ പറഞ്ഞു, മിണ്ടണ്ട അർജുന, യുധിഷ്ഠിരൻ പോണത് മുത്തശ്ശനെ നമസ്കരിച്ച് അനുഗ്രഹം മേടിക്കാനാവും. അവൻ നിന്നെപ്പോലെ പെട്ടെന്ന് ഓടിച്ചാടി ഒന്നും ചെയ്യാത്തവനാണ്, പരിഭ്രമിക്കേണ്ട, മിണ്ടാണ്ടിരിക്കുന്നു. അങ്ങനെ ചെന്ന് പിതാമഹനെ നമസ്കരിച്ചു. എൻ്റെ മുത്തശ്ശ, ഞാൻ അങ്ങയുടെ അനുഗ്രഹം മേടിക്കാനാണ് വന്നത് യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ്. മുത്തശ്ശന് എന്തുമാത്രം ഇഷ്ടവും സന്തോഷമായി എന്നറിയോ? പ്രീതോഹം പുത്രയുദ്ധസ്വ ജയമാപ്നുഹി പാണ്ഡവ. എനിക്ക് വളരെ സന്തോഷമായി എൻ്റെ പൊന്നുമോനെ, നിനക്ക് വരാനും നമസ്കരിക്കാനും തോന്നിയല്ലോ അനുഗ്രഹം മേടിക്കാൻ. വന്നില്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഞാൻ ശപിക്കുമായിരുന്നു എന്നാണ് പറഞ്ഞു. എനിക്ക് വളരെ സന്തോഷം. അതുകൊണ്ട് നീ നന്നായി യുദ്ധം ചെയ്യ്, ജയവും കൈവരിക്ക്, ജയമാപ്നുഹി പാണ്ഡവ. ഞാൻ എന്താ ഇവിടെ നിൽക്കണേ എന്നല്ലേ? അതിനുള്ള കാരണം ഞാൻ ആദ്യമേ മുതൽക്ക് കുരുവംശത്തിലാണല്ലോ. ഈ യുദ്ധം തുടങ്ങി നിങ്ങൾ തമ്മിൽ എന്നുള്ളതിൻ്റെ പേരിൽ എനിക്കിത് വിട്ടുപോകാൻ മാത്രം ഒരു അപാകം എനിക്കില്ല. അപ്പം ഞാനിവിടെ നിൽക്കുന്നത് അർത്ഥസ്യ പുരുഷോ ദാസോ ദാസസ്തു അർത്ഥോ ന കസ്യചിത് ഇത് സത്യം മഹാരാജ ബദ്ധോസ്മി അർത്ഥേന കൗരവൈ. പഴയ കാലം മുതൽക്ക് ഈ ഹസ്തിനപുരം രാജധാനിയിലുള്ള ചോറുണ്ട് ഇന്നേ വരെ ഞാൻ ഇപ്പോഴും കഴിഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ചോറുണ്ണത് അവർ യുദ്ധം വന്നപ്പോൾ എതിർഭാഗത്ത് പോവുക അത് ശരിയല്ല. പേടിച്ച് പോവും വേണ്ട, എതിർഭാഗത്തേക്കും പോകണ്ട.
നിങ്ങൾ തമ്മിലാണ് പിണക്കം, നിങ്ങൾ തമ്മിലാണ് യുദ്ധം ചെയ്യാൻ പോണേ. നിങ്ങൾ രണ്ടുപേരും ക്ഷത്രിയന്മാരാണ്, നിങ്ങളുടെ വീര്യപരാക്രമങ്ങൾ ഏറ്റുമുട്ടിക്കോട്ടെ. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊന്ന് പറയാം, ശരീരം കൊണ്ട് ഞാനിവിടെ നിൽക്കുന്നുണ്ടെങ്കിലും എൻ്റെ മനസ്സ് ഇവരുടെ കൂടെയില്ല. അതാ ഞാൻ പറഞ്ഞത്, നീ യുദ്ധം ചെയ്യുക, ജയം കൈവരിക്കുകയെന്ന്. ഇത് ഞാൻ ദുര്യോധനോടും പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ഇവിടെ നിൽക്കണത് എന്തുകൊണ്ടാണ് എന്ന് വെച്ചാൽ, ഇവരുടെ അമ്മാണല്ലോ ഞാൻ ഉണ്ണണത്, ഇവരുടെ ഭക്ഷണമാണല്ലോ ഞാൻ കഴിക്കുന്നത്. ആ കഴിക്കുന്നതിൻ്റെ പേരിൽ ഈ ഒരു ദാസ്യം എനിക്ക് വന്നിരിക്കുന്നതാണ്. അർത്ഥസ്യ പുരുഷോ ദാസോ ദാസസ്തു അർത്ഥോന കസ്യചിത് ഇത് സത്യം മഹാരാജ ബദ്ധോസ്മി അർത്ഥേന കൗരവൈ. ധനം ആരുടെയും ദാസനല്ല, എന്നാൽ എല്ലാവരും അർത്ഥത്തിൻ്റെ ദാസന്മാരാണ് എന്നൊരു പഴമൊഴിയുണ്ട്. ആ പഴമൊഴി സത്യമാണെന്ന് വേണം പറയാൻ. ഞാനിപ്പോൾ മനസ്സിലാക്കുന്നു, അർത്ഥത്താൽ ഞാൻ കൗരവന്മാരാൽ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. ഇത് തന്നെയാണ് ദ്രോണനെ നമസ്കരിച്ചപ്പോഴും കൃപനെ നമസ്കരിച്ചപ്പോഴും അവരും പറഞ്ഞത്. എല്ലാവരും ഇങ്ങനെ പറഞ്ഞു. നിങ്ങൾ കേൾക്കുന്നുണ്ടോ ഈ പറയണത്? ചിന്തിക്കുന്നുണ്ടോ? എല്ലാവരും കേൾക്കും, മനസ്സിലാക്കില്ല, ചിന്തിക്കില്ല. ഒന്ന് ആലോചിക്കുമപ്പാ. അവസാന നിമിഷം യുധിഷ്ഠിരൻ പിതാമഹനെ നമസ്കരിച്ച് അനുഗ്രഹം മേടിക്കാൻ പോയി. ഇതാണ് ഭാരതം, ഇതാണ് ഇന്ത്യ. ഇന്ത്യയുടെ വിശേഷവും സമ്പ്രദായവും ഇതാണ്. നിങ്ങൾ വിചാരിക്കുന്നത് മാതിരി കന്നുകാലികളെ പോലെ തിന്ന് കുടിച്ച് കഴിക്കുന്നതല്ല മനുഷ്യർ. മനുഷ്യരുടെ ഉള്ളിൽ മനസ്സുണ്ട്, ബുദ്ധിയുണ്ട്. ഈ മനസ്സിലും ബുദ്ധിയിലും ഉദിക്കുന്ന ഭാവവിചാരങ്ങളുണ്ടല്ലോ, അത് എത്ര മഹത്വമുറ്റതാണെന്ന് പറയാൻ പറ്റില്ല. ഒരു മനുഷ്യന് ഇങ്ങനെയും പ്രവർത്തിക്കാൻ സാധിക്കും, ചിന്തിക്കാൻ സാധിക്കും. എല്ലാവരും ഒരു ചോദ്യം ചോദിക്കും, ഭീഷ്മർ എന്താ പക്ഷം മാറാത്തതെന്ന്. പക്ഷം മാറുന്നത് വളരെ തെറ്റാണല്ലോ. അവരുടെ പക്ഷത്തിലുള്ളവർക്ക് എന്ത് ഗതി വരുന്നോ അത് അവർക്കും വരട്ടെ. ഞങ്ങളടക്കം ദുര്യോധനെ രക്ഷിക്കാൻ നിന്നാലും ധർമ്മമേ ജയിക്കുള്ളൂ, അധർമ്മം ജയിക്കില്ല. അതാണ് ഞങ്ങളും ആവശ്യപ്പെടുന്നത് എന്ന് വ്യക്തമാക്കി കൊടുക്കുകയല്ലേ ചെയ്തത്. ആരെയൊക്കെ വേണമെങ്കിൽ പിടിച്ച് നിർത്തിക്കോളൂ അധർമ്മം രക്ഷിക്കാൻ വേണ്ടി, പക്ഷേ അധർമ്മത്തിന് രക്ഷ കിട്ടില്ല എന്ന് വ്യക്തമായി തെളിയിപ്പിക്കുകയാണ് അവരുടെ സാന്നിധ്യം. അപ്പോൾ ഉടനെ ചോദിച്ചു ആര്? യുധിഷ്ഠിരൻ, അങ്ങയെ വീഴ്ത്താൻ എന്ത് വേണം? അപ്പോൾ പറഞ്ഞു, അതിന് സമയമായിട്ടില്ല, പിന്നെ വന്ന് ചോദിക്കുകയെന്ന്. ഈ യുധിഷ്ഠിരൻ വളരെ ധർമ്മിഷ്ഠനാണല്ലോ, എന്നാലും ധർമ്മത്തിനെ ജയിപ്പിക്കാൻ വേണ്ടി ചില ആപദ്ധർമ്മം പോലെ ചില കാര്യങ്ങൾ ചെയ്യാൻ അദ്ദേഹം മടിച്ചിട്ടില്ല. അതിൽപ്പെട്ട ഒന്നാണ് എന്ത്? നുണ പറഞ്ഞത്. എന്താ നുണ? അശ്വത്ഥാമ ഹത കുഞ്ചര. ഒരാനയ്ക്ക് അശ്വത്ഥാമ എന്ന് പേരിട്ടു. അതിനെ ഭീമൻ അടിച്ചു കൊന്നു. എന്നിട്ട് ദ്രോണൻ്റെ മകൻ്റെ പേരാണ് അശ്വത്ഥാമാവ്. അശ്വത്ഥാമാവ് മരിച്ചു എന്ന് പറഞ്ഞാൽ ദ്രോണൻ അമ്പും വില്ലും താഴ്ത്തു വയ്ക്കും. അപ്പം ആര് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ല, യുധിഷ്ഠിരൻ തന്നെ പറയട്ടെ എന്ന് പറഞ്ഞപ്പോഴാണ് യുധിഷ്ഠിരൻ പറഞ്ഞത് അശ്വത്ഥാമാ ഹതഹ കുഞ്ചര. അശ്വത്ഥാമ മരിച്ചു, പക്ഷേ കുഞ്ചരനാണെന്ന് പതുക്കിയും പറഞ്ഞു. ഈ ഒരു നുണയാണ് യുധിഷ്ഠിരൻ പറഞ്ഞത്. എന്തിനു വേണ്ടി? ധർമ്മം രക്ഷിക്കാൻ, ധർമ്മം ജയിപ്പിക്കാൻ വേണ്ടി. ആ പറഞ്ഞതിൻ്റെ പേരിലാണ് അദ്ദേഹത്തിന് കുറച്ചൊരു നരകദർശനമുണ്ടായത്, ശരീരം സ്വർഗത്തിലേക്ക് പോകുന്നതിന് മുമ്പ്. യുദ്ധത്തിനിടയിൽ പല വിധത്തിലുള്ള അഗ്നി പരീക്ഷകൾ ഉണ്ടായിട്ടുണ്ട്. എന്താണ് അഗ്നി പരീക്ഷകൾ? ഒരെണ്ണം ഞാൻ പറയാം. ഈ കർണനെ നേരിട്ട് ആ കർണനെ വധിക്കണം എന്നുള്ളൊരു അഭിലാഷം അർജുനൻ്റെ മനസ്സിലുണ്ട്. കൃഷ്ണനും അതുതന്നെയാണ് കണക്കാക്കിയിരിക്കുന്നത്. കർണനെ അർജുനനെ കൊണ്ട് കൊല്ലിക്കണം എന്ന് തന്നെയാണ് അഭിപ്രായം. അതിനുവേണ്ടി ഘടോദ്ഗജനെ മുമ്പ് പറഞ്ഞയച്ച് കർണൻ്റെ കയ്യിലുള്ള ആ വേല് ഉപയോഗിപ്പിച്ച് അർജുനൻ രക്ഷപ്പെട്ടു എന്നൊക്കെ അതൊക്കെ ഉണ്ട്, അവിടെ നടന്നിട്ടുണ്ട്. അപ്പോൾ ഈ കർണനുമായിട്ടുള്ള പടപൊരുതലിൽ ഞാൻ നേരിട്ടോളാം, നശിപ്പിച്ചോളാം എന്നൊക്കെ നല്ല പോലെ ഉറപ്പിച്ച് പറഞ്ഞിട്ടുമുണ്ട്. ഒരു ദിവസം യുധിഷ്ഠിരൻ പ്രതീക്ഷിച്ചത് കർണനെ കൊന്നു കഴിഞ്ഞിട്ടുണ്ടാവുന്ന. അദ്ദേഹം പടക്കളത്തുനിന്ന് മാറി അങ്ങോട്ട് പോയി. അപ്പം അത് കഴിഞ്ഞപ്പോൾ കൃഷ്ണനും അർജുനും കൂടി വരുന്നു. അപ്പം കർണൻ വീണിട്ടൊന്നുമില്ല. ഓ, അപ്പം നിൻ്റെ ഈ വീമ്പിളൊക്കെ എന്താ?
ഗാണ്ഡീവം കയ്യിലുണ്ട്, ഞാൻ നേരിട്ടോളാം എന്ന് പറഞ്ഞ് ഈ വീമ്പിളക്കിയിട്ട് കൊല്ലാതെ വന്നിട്ടില്ലേ? എത്ര ദിവസം കഴിഞ്ഞു? എന്നും പറയും കൊല്ലാമെന്ന്, ഒരു ദിവസവും കൊല്ലാൻ പറ്റിയിട്ടില്ല. നിൻ്റെ കയ്യിലുള്ള ഗാണ്ഡീവം വല്ലവർക്കും കൊടുക്കുക എന്ന് പറഞ്ഞു. വല്ലവർക്കും കൊടുക്കുക എന്ന് പറഞ്ഞത് വലിയ പ്രസ്താവനയായിപ്പോയി. അർജുനൻ ഒരു ശപഥം ചെയ്തിട്ടുണ്ട്, എൻ്റെ ഗാണ്ഡീവത്തെ ആരെങ്കിലും പുച്ഛിച്ച് പറഞ്ഞാൽ ആ ആളെ കൊല്ലും. ഇപ്പം എന്താ ഈ അബദ്ധം? യുധിഷ്ഠിരൻ ഗാണ്ഡീവത്തിനെ പുച്ഛിച്ചു, വല്ലവർക്കും കൊടുക്കാൻ പറഞ്ഞു. അത് പറഞ്ഞ ആളെ അപ്പം എന്തു വേണം? കൊല്ലണം. ആരാത്? തൻ്റെ ജ്യേഷ്ഠൻ. അപ്പാ, ഇതെങ്ങനെയത് നടക്കുക? അപ്പം കൃഷ്ണൻ അവിടെ ഇടപെട്ട് പറയാണ്, ഏയ് പേടിക്കണ്ട. ഇപ്പം യുധിഷ്ഠിരനെ കൊല്ലണം എന്നാണല്ലോ പറയണത്. കഠിനമായി അധിക്ഷേപിക്കുക, ചീത്ത പറയാന്ന്, അത് മതിയെന്ന്. അതികഠിനമായി ചീത്ത പറഞ്ഞിട്ട് ഇവരൊക്കെ സഹോദരന്മാരല്ലേ? കൃഷ്ണൻ എങ്ങനെ പറഞ്ഞു? താനും ദേഷ്യപ്പെട്ടു, ഗാണ്ഡീവത്തിനെ വിമർശിച്ച തകരാറുമുണ്ട്, പറഞ്ഞു എന്ന് മാത്രം. അത് കഴിഞ്ഞിട്ട് മനസ്സത് സഹിക്കുമോ? ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യുക? ചേട്ടനെ ചീത്ത പറഞ്ഞ് ഇങ്ങനെ ശകാരിച്ച് എനിക്ക് ജീവിക്കാൻ പറ്റില്ല, ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവാണെന്ന്. അയ്യോ അത് വേണ്ട, ആത്മഹത്യക്ക് പകരം ഞാനൊരു വഴി പറഞ്ഞു തരാം. എന്താ അത്? ആത്മനിന്ദ നടത്തിക്കോളൂ, ആത്മപ്രശംസ നടത്തിയാൽ മതി, അപ്പോൾ മരിച്ചതിന് തുല്യമാണെന്ന് ആത്മപ്രശംസ നടത്തി. അങ്ങനെ എല്ലാവരും രക്ഷപ്പെട്ടു അതിൽ നിന്ന്. ആ ധർമ്മത്തിൻ്റെ നിഗൂഢ വശങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. അതിൻ്റെ അന്തിമോദ്ദേശം എങ്ങനെയാണെന്ന്. ധർമ്മത്തെ വിജയിപ്പിക്കുന്നത് എളുപ്പമല്ല. പ്രത്യേകിച്ചും അധർമ്മത്തിന് ശക്തി കൂടി, ആ ശക്തി കൂടിയ ചില ആൾക്കാർ അപ്പുറത്തുള്ളപ്പോൾ അവസാനം നിർണായകമായ കൃഷ്ണ പാർത്ഥ പോരാണ് നടക്കുന്നത്. വളരെ പ്രതീക്ഷിച്ച് വന്നെത്തിയതാ രണ്ടുപേരും കൂടിയുള്ള സംഘട്ടനം. ആ സംഘട്ടനം ഇങ്ങനെ മുന്നേറി പോയിക്കൊണ്ടിരിക്കുമ്പോൾ കർണൻ്റെ രഥം ഉണ്ടല്ലോ, ആ രഥത്തിൻ്റെ ചക്രം ചളിയിലാണ്ടുപോയി. അപ്പോൾ കർണൻ പറയാണ്, നിങ്ങൾ കുറച്ച് നേരം നിൽക്കൂ, ഞാൻ ഇതിൻ്റെ ഇടയിൽ ഒന്ന് താഴത്തേക്ക് ഇറങ്ങി ആ ചക്രം ഒന്ന് പൊന്തിച്ചെടുക്കുന്നത് വരെ നിങ്ങൾ മിണ്ടാണ്ടിരിക്കുമെന്ന്. അതങ്ങോട്ട് കേട്ടതും കൃഷ്ണൻ്റെ കുറേ ചോദ്യങ്ങൾ. എന്ത് ചോദ്യങ്ങളാപ്പാ? നീതിക്കും ധർമ്മത്തിനും അനുസരിച്ച് നിങ്ങൾ കുറച്ച് മിണ്ടാണ്ടിരിക്കണം എന്നാണ് പറഞ്ഞത്. പറഞ്ഞപ്പോൾ ചോദിക്കുകയാണ്, കർണ മിണ്ടരുത്, നീയാണോ ധർമ്മത്തിൻ്റെ കാര്യം പറയാൻ, ധർമ്മകാര്യങ്ങൾ ഉന്നയിക്കാൻ? നിനക്ക് എന്താണ് അധികാരം? ചെറുപ്പത്തിൽ തന്നെ ദുര്യോധനൻ ഭീമന് വിഷം കൊടുത്തു, പാമ്പിനെ കൊണ്ട് കടിപ്പിച്ചു, സമുദ്രത്തിൽ കെട്ടിയിട്ടു. ആ സമയത്തൊക്കെ നീ എവിടെയായിരുന്നു? നിൻ്റെ ചെറുവരിൽ പൊന്തിച്ചോ? നാവനങ്ങിയോ? വാരണാവതത്തിൽ ചുട്ടരിക്കാൻ വേണ്ടി അരക്കില്ലം പിണത് പറഞ്ഞയച്ചപ്പോൾ നീയും നിൻ്റെ സ്നേഹിതനും എവിടെയായിരുന്നടാ? ഒന്ന് മറുപടി പറയേ. കൃഷ്ണയെ, പാഞ്ചാലിയെ സഭയിൽ വലിച്ചിഴച്ച സമയത്ത് അവിടെ ഉണ്ടായിരുന്നു, അവരെ കൂടുതൽ അരിശം പിടിപ്പിക്കാൻ. ആ മനുഷ്യനാണോ ഇപ്പോൾ ധർമ്മത്തിൻ്റെ കാര്യം പറയണത്? അവിടെ ധർമ്മം പ്രസക്തമായിരുന്നില്ലേ? അതിനെന്താണ് മറുപടി? പാണ്ഡവന്മാരെല്ലാം ദാസ്യപ്പെട്ടു കഴിഞ്ഞു. അതുകൊണ്ട് ദ്രൗപദി, നിനക്ക് വേറെ ഒരു ഭർത്താവിനെ നോക്കി തേടി പിടിക്കുകയാണ് നല്ലത് എന്ന് നിൻ്റെ വായിൽ നിന്ന് വന്ന ശബ്ദങ്ങളല്ലേ? എവിടെ പോയി നിൻ്റെ ധർമ്മം? ചൂത് കളിക്കാൻ എത്തിയ യുധിഷ്ഠിരനെ കൊണ്ട് കളിപ്പിച്ചു. എങ്ങനെ കളിപ്പിച്ചു? ദുര്യോധനൻ സ്വയം കളിക്കാതെ പകരം അമ്മാവനെയാണ് നിർത്തി കളിപ്പിച്ചത്. ഇങ്ങനെ ഏതെങ്കിലും ഒരു ചൂതുകളി ലോകത്തിൽ നടന്നിട്ടുണ്ടോ? നിനക്കത് നിർത്താൻ തോന്നിയോ? എവിടെയായിരുന്നു നിൻ്റെ നാവും മനസ്സും? വനവാസം പൂർത്തിയാക്കി വന്ന് തിരിച്ചു ചോദിച്ചു, രാജ്യം തരില്ല, യുദ്ധം ചെയ്യണമെന്ന് പറഞ്ഞു. ആ സമയത്ത് ദുര്യോധൻ്റെ അടുത്ത് നിന്ന് എന്തെങ്കിലും നല്ല കാര്യം സത്യവും ധർമ്മവും പറഞ്ഞ് മനസ്സിലാക്കിയോ? അഭിമന്യുവിനെ എല്ലാവരും കൂടി ചേർന്നല്ലേ നിങ്ങൾ കൊന്നത്, നീതിക്കും ന്യായത്തിനും നിരക്കാതെ? അപ്പോഴൊക്കെ നിൻ്റെ ധർമ്മം എവിടെയായിരുന്നു? അന്നൊന്നും പറയാത്തതും ആവശ്യപ്പെടാത്തതുമായ ധർമ്മം നീ ഇന്ന് എന്തിനാണ് പറയണത് എന്ന് ചോദിച്ചു. എല്ലാവരും കേട്ടോളൂ. കർണൻ തല താഴ്ത്തി.
ഏവമുക്തസ്തദാ കർണോ വാസുദേവേന ഭാരത ലജ്ജയാവനതോ ഭൂത്വാ നോത്തരം കിഞ്ചിതുക്തവാൻ. ഒരക്ഷരം മറുപടി പറയാനുണ്ടായില്ല. തല താഴ്ത്തി അവിടെ നിന്ന്. പൊരിഞ്ഞ യുദ്ധമാണ് നടന്നത്. ആ യുദ്ധത്തിൽ കർണൻ്റെ ഒരു ദിവ്യാസ്ത്രമേറ്റ് അർജുനൻ്റെ കയ്യിൽ നിന്ന് ഗാണ്ഡീപം വഴുതി. കർണൻ രഥത്തിൽ നിന്ന് ചാടി ഇറങ്ങി ആ ചക്രം ഉയർത്താൻ നോക്കി. കൃഷ്ണൻ പറഞ്ഞു, തേരിൽ കയറുന്നതിന് മുൻപ് അവനെ വധിക്കണം എന്ന് അർജുനോട്. കൃഷ്ണൻ പറഞ്ഞത് കേട്ടോളൂ. തതോ ബ്രവീദ് വാസുദേവോപി പാർത്ഥം ഛിന്ധ്യസ്വമൂർധാനമരേശ്വരേണ ന യാവദാരോഹതി വൈ രഥം വൃഷഃ. തതോ ബ്രവീദ് വാസുദേവോപി പാർത്ഥം ഛിന്ധ്യസ്വമൂർധാനമരേശ്വരേണ. നിന്റെ ശരം, പ്രബലമായ ശരം പ്രയോഗിച്ച് അവൻ്റെ മൂർധാവ് അറുത്തു വിടണം. പ്രാഞ്ജലികാസ്ത്രം തൊടുത്തു. ആര്? അർജുനൻ. ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാക്കാനുള്ളത്? നല്ലോണം ആലോചിച്ചോളൂ. ഇവിടെ അധർമ്മമാണ് നമുക്ക് വെല്ലേണ്ടത്. ആ അധർമ്മത്തിന് വെല്ലുന്ന സമയത്ത് ഇന്ന രീതിയിൽ വെല്ലണം എന്നില്ല. ഒരു കള്ളനെ പിടിക്കുമ്പോൾ ആ കള്ളനെ പിടിക്കുന്നതിനൊരു രീതിയൊന്നുമില്ല. കള്ളനെ പിടിക്കണം തന്നെയാണ് രീതി. എങ്ങനെ ആയാൽ പിടിക്കാൻ പറ്റുമോ? അവൻ്റെ കയ്യിൽ വലിയ സന്നാഹങ്ങളും തോക്കുമുണ്ടെങ്കിൽ അതിനെ കബളിപ്പിച്ച് ചിലപ്പോൾ അങ്ങോട്ട് പോകേണ്ടി വരും, നേരിടാൻ പറ്റിയില്ലെങ്കിൽ. അത് ഞങ്ങളെല്ലാവരും നല്ല പോലെ മനസ്സിലാക്കണം. അവസാനം ദുര്യോധനൻ വീണു. ദ്വന്ദ്വയുദ്ധത്തിൽ ദുര്യോധനൻ വീണ് അവിടെ നിന്നൊരു ചോദ്യം ചോദിക്കുക. ദുര്യോധനൻ്റെ പല ചോദ്യങ്ങളും ഉണ്ടായിരുന്നു. ധർമ്മമാർഗത്തിൽ കൃഷ്ണ, നിങ്ങൾക്ക് ഞങ്ങളെ ആരെയും തോൽപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നിൻ്റെ ഒരൊറ്റ ആളുടെ സൂത്രവും കൗശലവും കൊണ്ടാണ് ഇവരെല്ലാവരും ഞങ്ങളെ തോൽപ്പിച്ച് ജയിച്ചിരിക്കുന്നത്. ത്വയാ അനാര്യേണ ജിംഹമാർഗേണ പാർത്ഥിവാഹ സ്വധർമ്മം അനുതിഷ്ഠന്തോ വയം ചാന്യേ ച ഘാതിതാഹ. ഞാൻ മാനമായി മര്യാദയായി ജീവിച്ചു, രാജ്യം പരിപാലിച്ചു, കൊടുക്കേണ്ടത് കൊടുത്തു, എടുക്കേണ്ടത് എടുത്തു, പടപൊരുതുമ്പോൾ പടപൊരുതി. എന്താ തെറ്റ്? ക്ഷത്രിയന് യോജിക്കാത്ത എന്ത് പ്രവൃത്തിയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്? ഒന്നും ചെയ്തിട്ടില്ല. എല്ലാം വേണ്ടതുപോലെ നടത്തി, മാനവും മര്യാദയോടും കൂടി. കൃഷ്ണൻ തന്നെ പറയുകയാണ്, ഇനി ഇവിടെ നിൽക്കണ്ട, ദുര്യോധനോട് കൂടുതൽ സംസാരിക്കണ്ട, നമുക്ക് മടങ്ങിപ്പോവാം, ഗാന്ധാരിയുടെ അടുത്ത് വിവരം പറയാമെന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് പോകാനുള്ള തിരക്ക്. എന്തിനാ കരഞ്ഞുകൊണ്ട് പോണേ? ദുഃഖവാർത്തയാണല്ലോ അറിയിക്കുന്നത്. അത് നൈഷശക്യ കദാചിത്തു ഹന്തും ധർമ്മേണ പാർത്ഥിവ തേവാ ഭീഷ്മമുഖാ സർവേ മഹേശ്വാസ മഹാരഥാ മയാ അനേകൈഃ ഉപായൈസ്തു മായായോഗേന ചാസകൃത് ഹതാസ്തേ സർവ ഏവാജൗ ഭവതാം ഹിതമിച്ഛതാ. ചേട്ടാ, യുധിഷ്ഠിരനോട് പറയുകയാണ് കൃഷ്ണൻ, ഈ യുദ്ധത്തിൽ നമുക്ക് ജയിക്കാൻ തീരെ പറ്റുമായിരുന്നില്ല. അവിടെ ഭീഷ്മനും ദ്രോണനും കർണനും മഹാരഥന്മാരാണ്. അവരെ ജയിക്കാൻ ഒരു വിധത്തിലും പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഓരോ സമയത്തും ഓരോ കൗശലം ഉപയോഗിച്ച് എല്ലാവരെയും നേരിട്ട് ഈ ജയത്തിലേക്ക് എത്തിച്ചത്. എന്താ എൻ്റെ മനസ്സിലുള്ള വിചാരം? നിങ്ങൾക്ക് നന്മയും അഭിവൃദ്ധിയും ഉണ്ടാവണം എന്നാണ്. കുറച്ച് ഭാഗവും കൂടി എനിക്ക് മഹാഭാരതത്തിനെ പറ്റി പറയാനുള്ളത്. ഞാനിപ്പോൾ അത് പറയണില്ല. അടുത്ത തവണ അതിന് കുറച്ച് സമയം കണ്ടെത്തി പറഞ്ഞ് അവസാനിപ്പിക്കാം. നമ്മളിവിടെ പറയാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ, വേദം എന്ന് പറഞ്ഞ ആ അന്തിമ പ്രമാണമായിട്ടുള്ള സാഹിത്യമുണ്ടല്ലോ നമ്മുടെ, അതിൽ മുഴുവനും തത്വഗവേഷണവും തത്വവിചാരവുമാണ്. അതൊക്കെ ബൗദ്ധമാണ് അതിൻ്റെ സ്വഭാവം. അതിൽ നിന്ന് പുറപ്പെട്ട് മനുഷ്യചരിതം ദൃഷ്ടാന്തമായി വെച്ചുകൊണ്ട് ജനതയ്ക്ക് ധർമ്മം പഠിപ്പിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ
ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്ന 4 പുരുഷാർത്ഥം ഉപദേശിക്കാൻ വേണ്ടിയാണ് ഈ ഇതിഹാസ രചന. അത് മനുഷ്യരെ ദൃഷ്ടാന്തമാക്കി വെച്ചുകൊണ്ടാണ് അത് ഉപദേശിക്കുന്നത്. ആരാ ഈ മനുഷ്യരെ? നമ്മുടെ തന്നെ പൂർവികരെ. അതിൽ രാമായണം അതിസുന്ദരമായിരിക്കുന്ന ഒരു സാഹോദര്യം. ഇത് ഏറ്റവും അലങ്കോലപ്പെട്ട സാഹോദര്യം മഹാഭാരതത്തിൽ. അപ്പോഴും ഈ ജീവിതത്തെ ത്യജിക്കാനോ വിട്ടുപോകാനോ പറ്റാതെ അതിനെ നേരിട്ട് മുമ്പോട്ട് പോകാൻ എന്തെങ്കിലും ഒരു മാർഗമുണ്ടോ, അതിന് നമ്മളെ ദിഷ്ടം അല്ലെങ്കിൽ ദൈവം തുണയ്ക്കുമോ ഇല്ലയോ എന്നൊക്കെ വ്യക്തമാക്കുന്നതാണ് ഈ മഹാഭാരതം. ആ മഹാഭാരതത്തിൽ വളരെയേറെ പ്രതിസന്ധികളും അഗ്നിപരീക്ഷകളുമാണ് എല്ലാ ദിക്കിലും കാണുന്നത്. അതിലൊക്കെ ഈ ധർമ്മപക്ഷക്കാർക്ക് വല്ലാതെ വലച്ചിലുണ്ടായെങ്കിലും അവസാനം അവർ ജയിച്ചു, അവരെ ജയിപ്പിച്ചു എന്നുള്ള ചരിത്രമാണ്. ഇതൊക്കെ മനുഷ്യ ചരിത്രമാണ്. ഇനി മനുഷ്യ ചരിത്രം വിട്ട് നമ്മൾ പ്രവേശിക്കാൻ പോകുന്നത് ശ്രീമദ് ഭാഗവതത്തിലേക്കാണ്. അവിടെയും മനുഷ്യൻ തന്നെയാണ്. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ കൂടുതൽ ആ ഭക്തിപരവും ദിവ്യവുമായിരിക്കുന്ന ഭാവങ്ങളും സംഭവങ്ങളുമാണ് കൂടുതൽ. ഈ മഹാഭാരതത്തിൻ്റെ അവസാന ഭാഗം വളരെ വിശേഷപ്പെട്ടതാണ്. എങ്ങനെയാണത് നിന്നത്, അവസാനം ഈ പാണ്ഡവന്മാരെന്ത് ചെയ്തു, എത്ര കാലം രാജ്യം ഭരിച്ചുകൊണ്ട് തന്നെ ഇരുന്നോ, അവരുടെ മനസ്സെങ്ങനെയായിരുന്നു, മഹാത്മാക്കളുടെ ജീവിതം എങ്ങനെയാണ് പര്യവസാനിക്കുക, രാമായണത്തിൻ്റെ കാര്യം ഞാൻ പറയുണ്ടായി, മഹാഭാരതത്തിൽ എങ്ങനെ എന്ന് നമുക്ക് മനസ്സിലാക്കിയാൽ ആ വളർച്ച ധരിക്കാൻ വളരെ സഹായകമാകും. ഞാൻ ഇന്ന് നിർത്തട്ടെ. സംവേദ്യവർജിതമനുത്തമമേകമാദ്യം സംവിത്പദം വികലനം കലയൻ മഹാത്മൻ ഹൃദ്യേവ തിഷ്ഠ കലനാരഹിതക്രിയാം തു കുർവൻ അകർത്തൃപദമേത്യ ശമോദിതശ്രീ. കുർവൻ അകർത്തൃപദമേത്യ ശമോദിതശ്രീ. ഹരി ഹരി ഹരി. എല്ലാവരും സമാപന ഓംകാരത്തിന് തയ്യാറായിക്കോളൂ. ഓ ഹരി.